Malayalam, baby! Welcome to the South. Premalu. Hello friends. Mike. If you ask me what's the most beautiful thing happened in my life, yes, it's my college life. Oh, nice. Education. What a beauty pageant response. ഇങ്ങ രണ്ട് വിധமான കൂട്ടം இருக்கு. ഒന്ന് Maybe it's Tamil. guys நீங்க தான் என் true friends, well wishers and நல்லவங்க. இன்னொரு கூட்டம் இருக்கு. அவங்க இங்க இல்ல. எங்க போச்சு? The boys. தெரியுமா? The losers. தண்ணி அடிக்க போச்சு. സച്ചിനെ ഓവറാ പേசுறாங்க അച്ചല്ലാമാ എടാ ഒന്ന് ചുമ്മായിരുന്നേ പറ്ററിയും കഴിഞ്ഞ് ഇതായിരുന്നു ഉണ്ടാവില്ല ടുമേ അവന്മാരെ എടുത്തിട്ട് Oh, they're day drinking. Thank you for making me. Okay. Ibora. എന്നൊരു കാര്യം ചെയ്യും, നീ കൂടി കുടിക്ക്, കുടിച്ചിട്ട് പോയി തല ഉണ്ടാക്ക്. നീ എന്നെ പിന്നെ നീ പറയുന്ന വ്യത്യാസം? നീ അങ്ങനെയാണോ? അല്ല. അഞ്ജലി എനിക്കത് പോയി പേசுறா പിന്നല്ലാണ്ട് അതിനെല്ലാം അടിച്ചിട്ട് വന്നേക്കണം പൊട്ടം പറഞ്ഞ എടുത്തുള്ള നിൽക്കണ്ടേട്ടാ ഒന്ന് പോയടാ ഒന്ന് പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് കൊല്ലം 4 ഇന്നതിലൊരു തീരുമാനം Oh, they're graduating, is it? Yeah, they must be in their last year. എന്താ സച്ചിനെ കാണണം പറഞ്ഞേ? അല്ല ഞാൻ യുകെക്ക് വന്ന കാര്യം പറയാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല എനിക്ക് തന്നോട് വേറൊരു കാര്യം പറയാൻ He's like holding his chest. എനിക്ക് തന്നെ ഇഷ്ടമാണ്. സച്ചിൻ കുടിച്ചിട്ടുണ്ടോ? ഹേയ് ഇല്ല. അവര് നിർബന്ധിച്ചപ്പോ അല്ലെങ്കിലും സച്ചിന് കുടിക്കാതെ എന്നോട് സംസാരിക്കാൻ ധൈര്യമില്ലല്ലോ. Nice. Good on the girl. സച്ചിൻ ചോദിച്ചോണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാനും ജെയിനും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ഇവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ വിചാരിച്ചു സച്ചിനും അറിയായിരിക്കും. ഞാൻ കുറച്ച് ലേറ്റ് ആയല്ലേ? അല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല സച്ചിനെ. Damn, crush him. So it goes sometimes, mate. It's That's part not of the bad. game. Yeah, she did it gracefully too. That wasn't totally awful. Yeah, good boy. Get that shit out of your system, son. Stop drinking so much. Your liver ain't thanking you, bro. നീ പോണ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പൊ അമ്മ പറഞ്ഞില്ലേ? ഞാനൊന്നും പറയാറില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അത് That ശരി. scared me. ഇതുവരെ അമ്മ ഉണ്ടാവൃതം തീർന്നില്ലേ? ഇത് 1 വർഷം അടുത്തായല്ലത്. വിസയുടെ ആവശ്യത്തിന് കുറച്ച് പൈസ വേണമായിരുന്നു. Paisa. എവിടെന്നെങ്കിലും കുറച്ച് പൈസ സെറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടായിരുന്നു. അല്ല എനിക്ക് പോവായിരുന്നു. എന്റെ എവിടെ നടാ കാശ്? നിന്റെ അമ്മയുടെ സ്ഥലം വിൽക്കാൻ പറയടാ. ബാക്കിയുള്ള Oh, കാശ് they don't ബാങ്കിൽ get വിടാം. together. എനിക്ക് തിന്നാനല്ല, മോളുടെ കല്യാണം വരുമ്പോ എടുക്കാനാ. എടാ സച്ചു, സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് എടുത്തോളാന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നാടാ നമ്മുടെ Yeah, ബ്രോക്കർ they're തക്കുടു separate. 2015 Maybe that's അപ്പൊ അത് not. വിൽക്കണ്ട, Maybe വില that is കൂടും that. എന്നൊക്കെ Maybe പറഞ്ഞ് she- മുടക്കിയതാരാ? Maybe this is like a second marriage. തലത്തിനോട്ട് വിലയൂല, അതാർക്കോട്ട് വേണ്ടതാനും. അതെ, ഈ ചിട്ടി പിടിച്ച കാശിന് ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചിട്ട് അതിനെ തിന്നാൻ പാകത്തിന് കൊക്കാമ്പൂച്ചയുടെ മുമ്പിൽ ഇട്ടുകൊടുത്തത് ആരാ? അതെ, ഞാനാണ്. നിർത്ത് വേണ്ട, ഞാൻ Nice വേറെ വഴി change of നോക്കിക്കോളാം. angles. It's such a nice dynamic framing. Ah, Vishnu Vijay is on there. He's getting a loan, is he? I think so. Oh, credit card. Man, Malayalam films have great movie. Great sound, sorry. Yeah. Oh, nice. He sent away his passport. Oh, he got... Did he get rejected? Oh, it might have gone rejected. Refusal, yeah. എന്താണത്? കണ്ടീഷൻ മൂലം വിസ റിജക്ട് ചെയ്തിട്ടുണ്ടാണല്ലോ പറയണേ. Yeah, of course he would, right? Money. Yeah. Oh, brilliant framing. Nice framing. That is such great 6 മാസം കഴിയുമ്പോൾ വീണ്ടും ചെയ്യാലോ. directing. That could be him in the future. ആയിരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി. Oh, no, maybe not. introduction of the girl. എടാ സച്ചിനെ, നീയായിരുന്നാ? എടാ മല, ഇത് നിന്റെ വീടായിരുന്നാ? ആ, ഞാൻ ഈ ഐസ്ക്രീം തരാൻ വന്ന. ഓക്കെ, നടക്കട്ടെ എന്നാ. എടാ, ചേച്ചിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്, കഴിച്ചിട്ട് പോവാ. Oh, very nice. അല്ലടാ എനിക്ക് Come in. Ah, how nice. വാടാ. Community. That's man. really lovely. That's awesome. Yeah. നിനക്കൊക്കെ വല്ല കാര്യമുണ്ടോ തമിഴ്നാട്ടിൽ പോയി പഠിക്കേണ്ടത്? എന്റെ കോളേജിൽ വന്നാ പോരുന്ന. എടാ മാർക്ക് വേണ്ട ഇതിന്. തമിഴ്നാട്ടിൽ പോയതാണെങ്കിൽ വേറൊരു ട്രാജഡി. അതെന്ത്? അവിടെ എനിക്കൊരു
കൊച്ചിനെ ഇഷ്ടമായിരുന്നു, അഞ്ജലി. വൺ സൈഡ്. ആ അവിടെ വേറൊരു തണ്ടി ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അവനെന്റെ കാര്യത്തിൽ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു, അവളോട് പോയി ഇഷ്ടം പറയാനൊക്കെ ആയിട്ട്. And then he swooped in. അവസാനം അവൻ അവളെ കൊണ്ടുപോയി. എടാ സോറി, ഞാൻ Sorry. It's സാരമില്ല. kind of funny though. If you'd like to get access to a complete watch-along alongside other Malayalam, Tamil, not Marathi yet, Telugu Hindi film. and Telugu films, you can do so by pressing the join button, becoming a member. You do need your own copy of the film, you sync it up to a timer, and you have a much better watching experience. And also, you get access to all our previous films and unfiltered commentary. എന്താണ് എന്നിട്ട് നിന്റെ പരിപാടി എന്താണ് ഇപ്പോ? ഞാൻ എങ്ങനെയെങ്കിലേ ഗേറ്റ് എഴുതിയിട്ട് IIT റൂർക്കിയിൽ M.Tech ചെയ്യാനുള്ള ഒരു പരിപാടിയാ. റൂർക്കിയ? അതെന്താ അവിടെ? എടാ എൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെയാണ്. അവൾ ഭയങ്കര നിർബന്ധം അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. നീ വല്ലാണ്ട് വളർന്നവല്ലേ. വീട്ടിൽ നിൽക്കാൻ Nice പറ്റാത്ത natural അവസ്ഥയാണ്. acting. This is very ഇപ്പൊ genuine. UK പോണില്ലെന്ന് ചോദിച്ചിട്ട് നാട്ടുകാരും തുടങ്ങും. എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് എടാ തൽക്കാലം ഈ നാട്ടിൽ നിന്നൊന്ന് മാറിക്കാൻ പുറത്തെന്തെങ്കിലും പരിപാടി നിന്റെ കെയർ ഓഫിൽ ഒപ്പിച്ചേരാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നീ എന്താ ഇവിടെ? നീ എൻ്റെ കൂടെ ഗേറ്റ് കോച്ചിങ്ങിന് വരണ്ട. എടാ ഗേറ്റ് കോച്ചിങ്ങിനൊക്കെ വന്നിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ്? അത് ശരി, നീയല്ലേ പറഞ്ഞ് വൃത്തിയായിട്ട നാട്ടിൽ നിന്ന് മാറി. Oh, that's cool. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് എങ്ങനെ UK പോകാൻ പറ്റില്ലെങ്കിൽ ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. That's true. Nice. എടാ പക്ഷേ ഈ ഗേറ്റ് കോച്ചിങ് I don't know what that was. That was not scripted at all. That was like, oh, Mate, he got scared. എവിടെയാണ്? കൊച്ചിയിലാണ്? good on them to carry on the scene though. Delhi. ഹൈദരാബാദ്. Hyderabad. ഹൈദരാബാദാ? ആ. And you're going to study. It's a good idea. Okay. She's Reenu. Ooh, she's cute. Buddy. Yeah, welcome. Hi. Myself Srinivas, your team lead. You can call me Srini. He is Vignesh. Hi. She is Navnita. Hello. And Subin. Got it. Actually, Subin is also from Kerala. Come on. It starts now. അതായത് റീനു, ഇവിടെ നമ്മൾ പണിയെടുക്കുന്നതിലുപരി പണിയെടുക്കുന്നു മറ്റുള്ളവരെ കാണിക്കുന്നതിലാണ് കാര്യം. ഒരു ലാപ്ടോപ്പും കൈ പിടിച്ച് അന്തം വിട്ടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്ന വിചാരിച്ചോളൂ. ഓടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കണ്ട Even better. അത്രേ ഉള്ളൂ. That's all you need to do. ഇതാണ് നമ്മുടെ വെൻഡിങ് Nice. പണിയെടുത്ത് ക്ഷീണിക്കുമ്പോ വല്ല കോളയോ ചിപ്സോ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് പൈസ ഇട്ട് കൊടുത്താൽ സാധനം ഇവിടെ വരും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് സാർ. ഇനി കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് Wow. He's awesome. That's the tour you want, son. Bro's giving you a year of experience. അച്ഛനമ്മയും പോയോ? അച്ഛനമ്മയും പോയോ? ഇല്ല, അവർ വൈകുന്നേരം പോവും. ഒരു കാര്യം ചെയ്യും, നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ അപ്പാർട്ട്മെന്റിലോട്ട് വരും. അല്ല, അപ്പൊ നീ നമുക്ക് ഒരുമിച്ച് പോവാം. Reenu, TL is calling you. Come to the recreation area. What happened? என்ன கேட்டா எனக்கு என்ன தெரியும், நீ என்ன பண்ணணும் உனக்கு தான் தெரியும். May I come in? She stole a drink. Welcome party. Ah, that's really like, what a nice sweet. little environment. I was like, you bastard. ഈ ന്യൂ ജോയിനേഴ്സിന് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് വെൽക്കം പാർട്ടി നടത്താറുണ്ട്. Nice. ഓ ബൈ ദ വേ, ആദി. ഹായ് ആദി. സീനിയർ ഡെവലപ്പറാണ്. ഞാൻ ജനിച്ച വളർന്നൊക്കെ മുംബൈയിലാണ്. നാട്ടിൽ എനിക്ക് റിലേറ്റീവ്സ് ഉണ്ട്. ഓക്കേ. ഹേ ശ്രീനി, ഇറ്റ്സ് എ ഗ്ലാസ്, യു ക്യാൻ ഹാവ് ഇറ്റ്. Oh, nice. ബൈ ദ വേ, വൈ ഡിഡ് യു ചൂസ് ഹൈദരാബാദ്? അത് പിന്നെ ഈ വെയിറ്റ് ലെറ്റ് മീ ഗെസ്. This is getting creepy. തന്റെ സ്കൂളിങ്ങും കോളേജും ഒക്കെ നാട്ടിലായിരുന്നു. അപ്പോൾ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. Am I right? യാ. Girl, don't fall for this. This is a big red flag. ഹൈദരാബാദ് is a really bad choice. അതെന്താ അങ്ങനെ? Tangane. JK, just kidding. ഹൈദരാബാദ് is great. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഹൈദരാബാദ്. അപ്പോൾ വെൽക്കം ടു ഹോസ്പിറ്റൽ. താങ്ക് യു. The alarms sounding in the background. Red flag after red flag. The red background. And also Reenu, welcome to Hyderabad. What the Mate, get a life. Your boss is giving weird, big bro. stalkish vibes. Maybe bro's nice, or maybe he's a stalker. You would never know. Sheesh. A nice little apartment. That's nice. Damn, that's a lot of decor. Jesus. Oh, what the എടി ഇതിന് ഹാരിക വാണ്ടർസ്. ഹലോ ബേബേ. ഹായ്. Hello, bebe. കൊടുക്കല് വന്നേ. നീ കൊടുത്താ ഡെയിലി കൊടുക്കണ്ടേ. What the fish, bye. What the fish, bro? Okay, the music is
life. What an absolute different style. Yeah. ഒരു കട്ടിലുള്ളൂ തിങ്കൾ മുതൽ വെള്ളി ഞാൻ They take turns to sleep on the bed. Can I say something? That's so funny. I think girls also choose better and for decorate sure. better and make a house feel like a home. Yes. Boys don't give a so that's on them. Yeah, definitely. So I don't feel too bad. The music is so good. Them nice. That's such a great. See, the directing is clever. ഞാൻ ഈ സാധനമാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. കൊള്ളാവുന്നൊരൊറ്റ ഒരുത്തല്ല ഇതില്. നീ ഭയങ്കര ചൂസിയാണ്. ഇതൊക്കെ ഇങ്ങനെ കസ്റ്റമൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണോ? മനുഷ്യന്മാരല്ലേ? അതിനിത്ര പെരുത്ത കണ്ടീഷൻസ് ഞാൻ എന്താ പറഞ്ഞേ? എന്നെക്കാളും കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിരിക്കണം, സെറ്റിൽഡ് ആയിരിക്കണം. ഇതുപോലെ കണ്ടീഷൻസ് ഒക്കെ സകല അവളമാറി ഏതേലും അല്ലല്ലാതിരിക്കുന്നേ. I mean, not really, but you know what I mean. നമ്മുടെ റീനുവിന് ഒരു ചെക്കനെ കണ്ടുപിടിച്ചു കൊടുത്തേ. ഞാൻ ഈ ബിയർക്കാൻ താഴോട്ട് അറിയാൻ പോവാ. ഇതാരുടെ തലയിൽ ചെന്ന് വീഴുന്നോ അവനെ നീ കിട്ടും. കെട്ടണം. എടോ നിങ്ങളത് പരിപാടിയോടെ കാണിയത്. Off. Oh my God, we must know now. ഞാൻ ഈ ഏട്ടി റുക്കിയുടെ മധുരയാടി നിന്റെ ഹോസ്റ്റലിന്റെ മുമ്പിൽ ഒന്ന് നിന്ന് റൂമിൽ കയറി എന്നിട്ട് എന്താണ് സ്ഥിരം ചെയ്യാറുള്ളൊക്കെ തന്നെ സച്ചിൻ കിടപ്പുണ്ടെന്നവിടെ അവൾ നീക്കും പിന്നല്ലാണ്ട് അവനെ കേൾപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ പോയാ Oh my God. According to the problem, his expenditures and savings are 60 and 40 respectively. താനാരാണ് കാതൽ കൊണ്ടേലിന് തനുഷ ക്ലാസ്സിൽ കിടന്നുറങ്ങാൻ? തന്റെ വീട് ആലുവയിലല്ലേ? അപ്പൊ അവിടെ കിടന്നുറങ്ങിയാ പോരെ, ഇങ്ങോട്ട് എന്തിനാ വന്നത്? അല്ല ഇന്നലെ മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല സാറേ രാത്രി. കക്കാൻ പോയാ? എടോ തന്റെ കൂർക്കം വലി കാരണം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, എന്റെ ഫോക്കസ് പോണ്. സോറി. കൂർക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റോ? ആ ഒന്നുറങ്ങിക്കോ. പൈസ വിളിച്ചോണ്ടിരിക്കുകയാണ് എന്നെ ചെന്നൈയിലേക്ക്. ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ചെന്നൈ പോയാലോ എന്ന് ആലോചിക്കണം. UK പോണവരെ ഞാൻ അവിടെ കൂടാം. എടാ നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യ്. നീ എന്നെ നോക്ക്, ഞാനൊക്കെ ഒറ്റ ഗോളുമായിട്ടാണ് മുമ്പോട്ട് പോണത്. ആ ഒറ്റ ഗോൾ എന്താണെന്ന് എനിക്കറിയാം. IIT റൂർക്കിയുടെ മതിലിയാടി അവളുടെ കിടപ്പറയൊക്കെ എത്താനല്ലേ. പിന്നല്ലാണ്ട് മനുഷ്യൻ കിടക്കണ സമയത്താണ് ഒരുമാതിരി കോണ കോണ കോണ, അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ. നിനക്കതിലൊരു ഭാവി ഉണ്ട് ട്ടോ മോനെ. ഒന്ന് പോ സാറേ, ഒന്ന് കണ്ട തെലുങ്കന്മാരെ ഹിന്ദിക്കാരെ മുമ്പിൽ മനുഷ്യനെ നാണം കെടുത്തിട്ട് ഇപ്പൊ കമ്പനി അടിക്കാൻ വന്നേക്കണം. എടാ ക്ലാസ്സിൽ ഞാൻ ഒരു കർക്കശക്കാരനായ അധ്യാപനം. ഞാൻ ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോണു സാറേ. നല്ല തീരുമാനം. നിന്റെ നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നോട്ട് പറയായിരുന്നേണ്. ആ അടുത്താഴ്ച എന്റെ കല്യാണത്തിന് വരുമല്ലോ. ഫുഡൊക്കെ നമ്പറിന് വെച്ചേക്കണേന് വേസ്റ്റ് ചെയ്യാൻ പറ്റൂല. എടാ നമുക്കിതിന്റെ കല്യാണത്തിന് പോയാലോ? നിനക്ക് വല്ല പ്രാന്തുണ്ടാ? അത് ആന്ധ്രയിലെറ്റാണ്. ഈ ചൂടത്ത് ബസ്സും കയറി വെറുതെ. ഒരു കാര്യം ചെയ്, ബസ്സൊന്നും വേണ്ട, ഞാൻ വണ്ടി ഒപ്പിക്കാം. വണ്ടിയാ? ഏത് വണ്ടി? ഓക്കെ, ഇനി പറ. കാർത്തികയ്ക്ക് ഒരു ഓപ്ഷൻ തന്ന ഈ ടീമില് ആരെ കൊല്ലും, ആരെ ബ്രദർ ആക്കും, ആരെ കല്യാണം കഴിക്കും? റീനു, ഇറ്റ്സ് യുവർ ടേൺ. I'll kill Suman for sure. What the? I'll choose Srini as my brother and I'll marry no one. ആരെങ്കിലും ഒരാളുടെ പേര് പറയണം. അങ്ങനെയാണെങ്കിൽ I'll marry Adi. നല്ല ബെസ്റ്റ്. Fantastic. What a selection. ആദി പുരുഷ്. Yeah, he's a weirdo. Did I miss something? റീനുവിന് നിന്നെ കല്യാണം കഴിക്കണം പോലും. അയ്യോ ചുമ്മാ പറയുന്നയാ, ഇവിടെ ഒരു No, it's a joke. നിന്റെ എല്ലാ കണ്ടീഷൻസിനും പറ്റിയ ആളല്ലേ അതി അല്ലേ? What the hell? Come on guys, grow up. ഈ വീക്ക് ഡിപ്ലോയ്മെന്റ് ആണ്, അതാരും മറക്കണ്ട. I'm gonna wash my hands. കണ്ട ആദ്യക്ക് ഫീൽ ആയി. What the hell is wrong with this guy? He liked it and he's a complete weirdo. റീനുവിന് നിന്നെ കല്യാണം കഴിക്കണം. He is a psycho. Or he's no.
weird. Yeah, he has an edge though. I can't figure it out. Yeah, his character has an edge, especially Yeah, knowing the director and stuff. ശ്രാവണിയുടെ വെഡിങ്ങിന് ഇവിടെ നിന്ന് ആരൊക്കെ വരും, ആരൊക്കെ ഡയറക്റ്റ് അവിടേക്ക് വരും, ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് എനിക്ക് വേണം. അതനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീനു, യു വിൽ ഡു ഇറ്റ്. പിന്നെ ശ്രാവണി പറഞ്ഞിട്ടുണ്ട് അവളുടെ വെഡിങ്ങിന് തലേന്ന് നമ്മുടെ ടീമിന്റെ വക എന്തെങ്കിലും ഒരു പ്രോഗ്രാം വേണം. ഞാനൊരു പരിപാടി തട്ടിക്കൂട്ടിയിട്ടുണ്ട്. സമയമുള്ള പോലെ നമുക്ക് റിഹേഴ്സ് ചെയ്യാം. അതെന്ത് പരിപാടി? ദേവരാഗ് 2.0. ദേവരകം. എടാ, അത് കൃഷ്ണന്റെ ജീവിതകഥയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നൃത്തശില്പം. അപ്പൊ ഇയാൾ ശ്രീകൃഷ്ണനും ഞാൻ കംസനും ആയിരിക്കും അല്ലയോ? കമോൺ സുബിൻ. പിന്നെ താൻ കൃഷ്ണൻ ഞാൻ കംസനാവൂ? അട്ടർ മിസ്കാസ്റ്റിംഗ് ആയിരിക്കും അത്. ആളുകൾ പോവും. റീനു, പ്രാക്ടീസിന്റെ കാര്യം മറക്കണ്ട. മെയിൻ ഗോപിക താനാണ്. കൃഷ്ണന്റെ രാധ എന്റെ. Zubin heard. He heard that. Zubin heard that shit. See? Nice. ఈ విగ్రహం ఎవరిది తాతయ్య? ఈ విగ్రహం ఎన్నో ఏళ్ల క్రితం నుండి ఇక్కడే ఉంది. ఎవరు పెట్టారో తెలియదు. అంత క్రితం ఉన్న వాళ్ళు పెట్టుండొచ్చు. అది సరే గాని ఇంకా మీ వాళ్ళు ఎవరైనా రావాల్సి ఉన్నారా? ఇంకా ఎవరు లేరు. And here we are. Guess who arrived? In a Mini Cooper is crazy as well. എടാ, തിരിഞ്ഞോക്കാൻ പേടിയോട്. എത്ര വീട് നോക്ക്. ഞാൻ നോക്കൂല. Reckless. ഭാഗ്യ പ്രതിമയ്ക്കൊന്നും പറ്റില്ല തോന്നുന്നു. പ്രതിമ മിടിച്ച ദൈവമേ, കണ്ണി കണ്ടവന്റെ വണ്ടിയാണ്. Oh. Nice. Interesting. Little foreshadowing. ഒരു കൂട്ടം വരുന്നുണ്ടല്ലോ. എടാ, പണി പാളി. ഓ, മലയാളികളാണല്ലേ? ഇങ്ങോട്ട് ഇറങ്ങടാ. Straight up. സോറി. എടാ, വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ ഓടിക്കരുത്, മനസ്സിലാടാ ഇഡിയറ്റ്സ്. ചേട്ടാ, ഒന്നും പറ്റാത്തതിൽ സന്തോഷിക്കല്ലേട്ടാ വേണ്ടത്. ഓഹോ, എടാ, പ്രതിമ എങ്ങനെ തലയിൽ ഞാൻ ചത്തു വരുന്നില്ലോ. ഗോപി സാറിന്റെ സ്റ്റുഡന്റ് ഞങ്ങൾ കല്യാണം കൂടാൻ വന്നു. പ്ലീസ് ചേട്ടാ, ഒന്ന് പറയട്ടെ. കല്യാണം കൂടെ ഇങ്ങനെയാണോ വരുന്നത്? കല്യാണം കൂടെ ഇങ്ങനെയാണോ? వదిలేనా? వాళ్ళు పెళ్లి చూడటానికి వచ్చిన వాళ్ళు, మన అతిథులు, పెళ్లి కొడుకు తరపున బంధువులు కూడా. ఏం అవలేదు కదా. Let it go. I like the old man. ആദി കണ്ടില്ലേ? And in love. ഞാനിപ്പോ ചത്തുപോയനെ. ഇല്ല, ഞങ്ങളത് മനഃപൂർവ്വം. എവിടെ നോക്കിയിട്ടാണോ വണ്ടി ഓടിക്കുന്നേ? തന്റെ മുഖത്ത് എന്താ കണ്ണില്ല? He's not hearing a single word. ചെറിയൊരു കാഴ്ചക്കുറവ് പോലെ ഉണ്ട്. ആക്സിഡന്റലി പറ്റിയതല്ലേ, പോട്ടെ. മലയാളികളല്ലേ അവര്? റീനു, മലയാളികളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാര്. The music, I love how the score is so nice. അവരൊന്നാമത് പേടിച്ചായിരിക്കുന്നേ. ഇതിൽ കൂടുതൽ സീനാക്കട്ടെ. വന്നേ, നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. വന്നേ. എനിക്ക് അവളെ കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി. അങ്ങോട്ട് തുറന്ന് സമ്മതിക്ക്. സിംഗിളായ മതിയായിരുന്നു. അതവള് സിംഗിളാണ്. അങ്ങനെ മനസ്സിലായി. അവളുടെ കണ്ണ് കണ്ടാലറിയാം. Nice. Giving it to the old Cheers. man. Of course. Mate, when I'm old, I'll be drinking like I'm... Maybe not, probably. I'll fall in love with life, you know. By then, I hope I have. You guys continue. Oh, nice. Nice. Maybe the degenerates do it, you know. Maybe not everyone. And he's Krishna. She's phenomenal. Oh, what a song though. What a singer. Wow. Beautiful song. Great number. എടാ, അടുത്ത നമുക്ക് കയറി പാടിയല്ലേ? വെഡിങ് ക്രാഷേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് മനസ്സിലായോ? റീനു, സൂക്ഷിച്ചൊക്കെ ഇരുന്നോട്ടോ. ഈ മിർച്ചിയിലേറ്റൊക്കെ പൊട്ടിയപ്പോഴേ തലക്കൂടെ വീഴുന്നത് പറയാൻ പറ്റില്ല. റീനു, ഇറ്റ് വാസ് എ ജോക്ക്. വെരി ഫണ്ണി. എടാ, താത്തയ്യോ നോക്കി. വെള്ളത്തപ്പോക്കര് പോലെ. റീനു, ഇതാണോ നിന്റെ ഹ്യൂമർ സെൻസ്? ഇഫ് യു ആസ്ക് മീ ടു റേറ്റ് യുവർ ഹ്യൂമർ സെൻസ്, ഐ വുഡ് റേറ്റ് യു 0.5 ഔട്ട് ഓഫ് 10. ഇന്ന് ഷോബി സാറ് പറയണേ,
കാറ് കുളത്തിനടുത്ത് പാർക്ക് ചെയ്തുകൂടായിരുന്നു. എന്തിന്? എന്നിട്ട് വേണം നമ്മൾ വെള്ളം കുടിച്ച് ചാവാൻ. Top 20 funny jokes. ഒരു ഫ്രോഗ് മാരേജിന് ഒരു സ്റ്റോറി ഉണ്ട്, മുട്ട കോമഡിയാ. എന്റെ പൊന്ന്, അത് ഞങ്ങൾ സ്കൂൾ ടൈമിൽ വിട്ടാതെയാ. Fine. I'm going to change. അയ്യോ Is there a boss, mate? JK. JK, kidding, huh? He's so weird. He's very strange. Even more strange that he's her boss, and that's weird. അവരവിടെ ഇരിപ്പുണ്ട്, നീ ചെന്ന് കഴിച്ചോന്ന് ചോദിക്കി. അല്ല, അവര് കഴിക്കുന്ന നമ്മൾ നീ എന്ത് പണ്ടാറൊന്നും ചോദിക്കപ്പോ. ഹായ്. ഹായ്. കഴിച്ചോ? ആ കഴിച്ചു. എന്താ നിക്കണേ, ബാ ഇരിക്ക്. Nice. How nice lovely. are they? They're such nice girls. Oh, they're also old, you know. Older. Or are they older? അമൽ. I think she's just more settled. Yeah, I think they're contemporary to each other. വന്നപ്പോ എന്തായിരുന്നു? What the? What was that? What was that? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ Honestly, വട്ടം ചാടിയതാ. this is cultural. അപ്പൊ ഞാൻ പെട്ടെന്ന് പാനിക്കായി. ബ്രേക്കാന്ന് കരുതി ആക്സിലേറ്റർ കൂട്ടി. Oh, indeed. മറ്റേ എന്തേ പുള്ളി ആദ്യമാണോ പുള്ളി താത്തേനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയതാ? വിളിക്കണോ? അവിടെ നിന്ന് నేను స్కూల్ నుంచి వచ్చేటప్పుడు ఒకసారి కింద పడిపోయా. అయితే లేచేసరికి అందరూ వెళ్ళిపోయారు. అప్పుడు నేను వెళ్తా. గుడ్ నైట్. రేపు ఎక్కడికి వెళ్తున్నావు? No, we got a lot to talk about. I love how he sits. If I can say melt like me. നിങ്ങളുടെ കാർ അടിപൊളിയാണല്ലോ. സ്വന്താ? അല്ല, അത് അമലിന്റെ കസിന്റെ. ഓ, അപ്പൊ ഹൈദരാബാദ് ഫുൾ ചുറ്റി കറിയിട്ടുണ്ടാവല്ലോ. എവിടാ ഇവൻ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ചെന്നൈക്ക് പോലെ. Nice, nice. അപ്പൊ ഇവിടുത്തെ ഗേറ്റ് കോച്ചിങ് ഒക്കെയോ? അല്ല, ഇവിടത്തെ കോച്ചിങ് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ഞാൻ ചെന്നൈ പോയിട്ട് എന്തെങ്കിലും ഒരു ജോലി സെറ്റ് ചെയ്യാൻ നോക്കും. Yeah, because I think he was supposed to like find a job, but പോയാലോ? ഞങ്ങള് കിടക്കാൻ പോവാ. നല്ല ടയർഡാ. നാളെ രാവിലെ കല്യാണത്തിനാണ്. കാണാം. ബൈ. Good night. Nice. I think it's Chimo, isn't it? Chimo. എന്നെ സംസാരിക്കാനും ഉന്തി തള്ളി വിട്ടിട്ട് നിന്റെ ഇവിടെ കിടന്ന് വൺ മാൻ ഷോ. tobacco leaves that you chew on I think. and you spit and chew on them. It gives you nicotine. അമല അങ്ങനെ Back home though, it's not really a thing girls do. Like Not at girls all. can do it, but it's not really a thing girls do. No, not at all. Like you'd never see it, especially in a wedding. Really, really interesting. അവരാണെങ്കിൽ ഇത് No, what's അങ്ങോട്ടേക്ക് going on my hair? Yeah, you would never see girls chewing chimo leaves. Nah, never. Tobacco leaves, never. അതെ, The rest of the wedding. ഇവര് ഊണ് കഴിഞ്ഞ് പോകാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. Yeah, I forget that weddings are like a whole week affair. Yeah, bro. അതൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി കുടുങ്ങി ഹൈദരാബാദ് എത്തുമ്പോൾ നേരം വിളിക്കും. ആദ്യം ഇല്ലാന്ന്. ആദ്യമില്ലേ? ഇല്ല. അമലേ, എടാ പോവാണോ? ആ, ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങളും കൂടെ വരട്ടെ. എങ്ങോട്ട്? ഹൈദരാബാദിലോട്ട്. അതിനിപ്പോ എന്താ, വായോ ഒരുമിച്ച് പോവാലടാ. റീനു എന്തേ? വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം. ഒരു 10 മിനിറ്റ് ഞാൻ Nice. പോയിട്ട് വേറെ പരിപാടികളാണ്. Nice. Nice. That impression. ഇല്ലടാ, ഞാൻ നിന്നെ പോലെ ഇതൊന്നും നമുക്ക് പുത്തരിയല്ലെന്ന് അവർക്ക് തോന്നണം, എന്നാലേ കുറച്ച് വില ഉണ്ടാവുള്ളൂ. അരമണിക്കൂറായാലും നമ്മൾ ആദ്യം ഞങ്ങൾ ഓൾറെഡി ടയേർഡാണ്. പെട്ടെന്ന് വീട്ടിലെത്തണം. ഇനി ലേറ്റ് ആവാൻ പറ്റത്തില്ല. അതാ എന്റെ പൊന്നറിയുന്ന പൊട്ട വണ്ടിക്ക് ബ്രേക്ക് No, പോലും ഇല്ല. honestly, that It's a is bad a idea, thing honestly. to- I couldn't think of a worse idea. റീനു എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൂടെ പോകാൻ പറ്റില്ല. നിങ്ങൾ ശ്രീനിയുടെ ഹസ്ബൻഡിന്റെ കൂടെ പോയാൽ മതി. This is so weird Renu. for a work relationship. Yeah, Don't be it's upset, very yeah. strange. ശരിയാണ്, It's 'cause ഒരു they're all പുരുഷൻ about പറഞ്ഞിട്ട് the modern തീരുമാനങ്ങൾ എടുക്കേണ്ടവളല്ല സ്ത്രീ. ഓഫ് office കോഴ്സ് environment. ഇറ്റ്സ് യുവർ We're ചോയ്സ്. like, we are a family. ബട്ട് ഈ ട്രിപ്പിന്റെ ലീഡർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സേഫ്റ്റി ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ബട്ട് ബിഫോർ ദാറ്റ് Nice. To be fair, that way you fucking melon. Okay, come on. Yeah, good. Yeah, To no, be fair, that's valid. പയ്യടെ കേട്ടാ. Close it gently, brother. എടാ, എന്നാ സ്പീഡിലെങ്കിലും പോ. അയ്യോ, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നല്ലേ പ്രമാണം. അമൽ ഡേവിസ്, ഞാൻ ഓടിച്ചോട്ടെ കുറച്ചു നേരം. Said the guys that literally just crashed on way in. കയ്യില് നിക്കില്ല. അത് സാരല്ല, ഞാൻ ഒതുക്കിക്കോളാം. സൈഡാക്ക്. Oh, terrible idea.
What about insurance? I mean, I don't know how this shit works. Obviously, not a problem. റീനു ബ്രേക്കേ Brake is a bit loose. You have a problem. Oh my god, what a mental bastard. രസമല്ലേ സ്പീഡ് ത്രില്ലിസ്റ്റ് അല്ലേടാ 2000 അല്ലേടാ കൊടുത്തത് എടാ ഞങ്ങൾ കൊടുക്കാം കുഴപ്പമില്ല ഭയ്യ 2000 ലാഭായി कली कली छुट्टी डूब सिटी बॉर्डर केरिले मिनी कूपर पारेंगे है सीनी सुपरस्टार रेंगे है. This song is weirdly shit but good. Yeah, it gets good after the ബാക്കി എന്താ നത്ത് നോക്കണ പോലെ നോക്കാനല്ല പറഞ്ഞില്ലേ Shit. There you go. He's actually a good looking boy. He's actually not a bad looking lad. He just has no charm. എന്തൊക്കെയായിരുന്നു കൊറേയൊക്കെ ഞാൻ പറഞ്ഞു അമൽ ഡേവിസ് ഒരു He's right there, Adi. രക്ഷയില്ല എന്നുവെച്ചാ അവൻ കൊള്ളാന്ന് എടി പെണ്ണ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചേക്കുന്നു കേട്ടോ. നീ ഒന്ന് പോയേ. Ah, she's already fixed in a marriage. Huh? മനസ്സ് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയിപ്പോയി. ഏതാ പെങ്കൊച്ചിനെ ആലോചിച്ചിട്ടാണോ ഇതാരോടും പോയി പറയലട്ടാ ആൾക്കാർ ചിരിക്കും. എന്തിന് എടാ ഒന്നും നടപടിയാവൂല. ഒന്നാമത്തെ നീ വിചാരിക്കണ പോലത്തെ ഒരു പെങ്കൊച്ചല്ല അവള്. പിന്നെ മറ്റവനാദി അവനായിട്ട് അവള് റിലേഷൻഷിപ്പിലാന്ന് തോന്നുന്നു. They do have a strange relationship. ആ 3 പേരുള്ളതില് ആരായിട്ടായിരുന്നു അവൾ കൂടുതൽ ഇന്റിമേറ്റ്? എടാ അത് റീനു ആയിരുന്നില്ല മെയിൻ ഗോപിക. ശരി അവനെ വിട്. അവളെന്താ കാണിച്ച്? അവളെന്താ കാണിച്ച്? ഏത് കുല കാമ്പോജി. The arm makes it more obvious. എടാ അതൊന്നും അല്ല, അവര് തമ്മിലെല്ലാം നടന്നിട്ടുണ്ട്. ഡാടാ തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. എന്തായാലും റീനുവിന്റെ ഹൈദരാബാദ് വിട്ട് ഇനി എനിക്ക് പോവാൻ പറ്റുമെന്ന് തോന്നണല്ലോ അമൽ ഡേവിസേ. പ്രേമം മനുഷ്യന്റെ അന്തം മാത്രമല്ല പിന്നെ മണ്ടനും കൂടി ആക്കും. എടാ മണ്ട വണ്ടി എടുക്ക്. എങ്ങോട്ട് കൊക്കയിലേക്ക്? Down the cliff. എന്നാ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്ക്. തൈരി റിവേഴ്സ് ഞാൻ എടുക്കും. I really thought he wasn't. Yeah, what the hell? This movie is so weird. Sometimes it freaks me out. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഗേറ്റ് കോച്ചിങ് കണ്ടിന്യൂ ഉണ്ടാ? ഗേറ്റ് കോച്ചിങ് ഒന്നും ഇല്ല. ആദ്യം ഒരു ജോലി. എന്ത് ജോലി? നിന്റെ മറ്റേ കസിൻ ഇല്ലേ തോമസ്, അവന്റെ അമ്മ മേരി ആന്റി. ആ പുള്ളിക്കാരിക്ക് ഇവിടെ ഒരു ഫ്രൈഡ് ചിക്കന്റെ ഷോപ്പില്ലേ? നീ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടുമല്ലേ? ശരി, നിനക്ക് ജോലി കിട്ടി. എന്നിട്ട് നിനക്ക് ഇന്നലെ അവള് പറഞ്ഞത് ഓർമ്മയില്ലേ? അവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് PG ഒക്കെ റീസണബിൾ ആയിട്ട് കിട്ടുമെന്ന്. നമുക്ക് അങ്ങോട്ട് മാറാം. ഞാൻ അത് ഫിക്സ് ചെയ്തു. What's a PG? Like apartment or something? It's a beginning. It's a job. Yeah. You know, some people are made for, university and stuff like that. Some other people, it's good that they go into jobs. And they can build an amazing life that way as well. Yeah. He's a specimen though. Yeah. And they obviously Match. have chemistry, but it's an interesting dynamic. It's kind of weird. It's just his personality. If he Yeah. was more chilled, it would be cool. ഹലോ. ആ കാർത്തിക, ഞങ്ങളിവിടെ മല്ലികാർജുന PG എത്തിട്ടോ. ആ എത്തിയോ? എങ്ങനെയുണ്ട് അവിടെ? ഇവിടെ അടിപൊളി. 2 കട്ടിലൊക്കെ ഉണ്ട്. That's important. thing. ഞങ്ങള് ചുമ്മാ വെറുതെ ടെറസിൽ കാറ്റുള്ളാനായിട്ട്. ടെറസിലോ? അവിടെ എന്നാ ഞങ്ങളുടെ ടെറസ് കാണണ്ടാണല്ലോ. എവിടെ കാണുന്നില്ലല്ലോ? എവിടെ എവിടെ കണ്ട? അതെ. That's fun as That's actually really cool. നിങ്ങൾ സജസ്റ്റ് ചെയ്ത സ്ഥലം കൊള്ളാം. ആണോ? വെൽക്കം. താങ്ക്സ് മാത്രമേ ഉള്ളോ? ആ ഞാനിതാ നിങ്ങൾ മൈൻഡ് സ്പേസിലോട്ട് റീനുവിനെ വിളിച്ചോ. ഞാൻ സച്ചിനായിട്ട് വരാം. എന്നാലേ ഞങ്ങൾ ഈ തുണി വിരിച്ചിട്ട് വരാം. that's cute as Nice. സച്ചിന് നീ ചെന്നൈ പോണെന്നിട്ട് പോയില്ല? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഒരു ഷോപ്പിൽ ജോലി കയറി. എവിടെ? TFCയില്. TFC നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? തെലങ്കാന ഫ്രൈഡ് ചിക്കൻ. Telangana. തോമസ് ഫ്രൈഡ് ചിക്കൻ. ഞങ്ങളന്ന് ഇവന്റെ കസിന്റെ കാര്യം പറഞ്ഞില്ലേ? അവന്റെ ആ കട. നിങ്ങക്ക് വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? തൊട്ടൊന്നും പോവാറില്ലേ? വീട്ടിൽ തന്നെ ഇരിപ്പാ. I like these guys. They're so funny. So awkward though. ഇവനാണെങ്കിൽ ജോലി, ഞാനാണെങ്കിൽ പഠിച്ച് മടുത്ത്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പബ്ബിൽ പോവാൻ അവിടെ കപ്പിൾ എൻട്രി മാത്രമേ ഉള്ളൂ. ഞങ്ങള് ഗേ കപ്പിളായിട്ട് പോയി നോക്കി.
നിങ്ങള് ഗേ കപ്പിളാ? Hell no. അഭിനയിച്ച് പോവാൻ വേണ്ടിയിട്ട്. അത് നിങ്ങള് സൺഡേ ഫ്രീ ആണെങ്കിൽ നമുക്ക് പോയാലോ? കപ്പിളിനൊപ്പം അഭിനയിച്ച്. അല്ലടാ അതെ, അല്ല നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ ഫുഡിന്റെയും ഡ്രിങ്ക്സിന്റെയും കാശ് ഞങ്ങൾ എടുത്തോ. ഞങ്ങൾ ഈ സൺഡേ ഫ്രീ ആണ്. പോവാല്ലേ? That's awesome. They're getting ready and shit. ചെറുക്കൻ്റെ അടുത്ത് പറയണം കേട്ടോ നീ കമ്മിറ്റഡ് ആണ്. ഇന്ന് പബ്ബിലെച്ചാണ് പ്രപ്പോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ പറയാം. മൾട്ടിവിസ അവിടെ കിടന്ന് തുള്ളിച്ചാടുമായിരിക്കും. ഓ പിന്നെ Oh no, are they gonna cancel? കാർത്തികേ, എടാ ചെറിയൊരു സീനുണ്ട്. The third girl. എന്തേ നിങ്ങൾ വരില്ലേ? അതല്ല ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റൂംമേറ്റ് നിഹാരിക Yeah, the വരുന്നുണ്ട്. third girl. അത്രേ ഉള്ളോ? അതിനെന്താ വന്നോട്ടെ. അതല്ലടാ അവിടെ കപ്പിൾ എൻട്രി അല്ലേ, അപ്പൊ എന്ത് ചെയ്യും? ഒരാളും കൂടെ വേണ്ടേ? അയ്യോ അതിപ്പോ അന്ന് അമൽ ഡേവിസിന് 2 കാമുകി ഉണ്ടെന്ന് പറഞ്ഞാലോ. ശരിയാവില്ല, നമ്മൾ ആദ്യം കൂട്ടിയാലോ ഒന്ന് ആലോചിക്കാം. അയ്യോ അയ്യോ ആദിച്ചേട്ടനൊക്കെ വെറുതെ എന്തിനാ ഇപ്പൊ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് സാരമില്ല, ഞങ്ങൾ ഒരാളെയും കൂട്ടി വരാം. ഓക്കെ ശരി. എന്താടാ നിഹാരിക. ഏതാണിത്? ഇനി ഇവക്കൊരു മാപ്പിളിനെ സെറ്റ് ചെയ്യണോല. വിശ്വസിക്കാൻ പറ്റുന്ന ആരെ വിളിക്കോടത് ഇപ്പോ. Oh, he's married now, isn't he? മേരിയനിയുടെ മോൻ തോമസ്. Thomas MC. ഞാൻ വരൂല. പിന്നെ എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വരും. എടാ മോൻ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. If they are extroverts. Oh my god. വല്ല സയൻസ് എക്സിബിഷൻ മാത്ത് ഒളിമ്പ്യാഡ് വല്ലതും പറഞ്ഞ് വിളിക്കാം. ആരുടെ ചാവടീന്ദ്രാണെന്നും പറഞ്ഞെങ്കിലും വിളിച്ചു വരുത്താവനാ. എടാ നിങ്ങൾ പറഞ്ഞ ആളെന്തേ? വരൂടാൻ വെയിറ്റ് ചെയ്. Oh god. Bro, ride safe. Okay, sir. Bro, ride safe. Oh, and they're not the match at all with the. Oh no no. എടാ സച്ചിന്റെ ഫ്രണ്ടാ. Hi, macha. Hi, bro. ഇതെല്ലാരും Hi bro. Maybe they match perfect. Who knows? I think they might actually match well because they're so different. Yeah. മാത്ത് ഒളിമ്പ്യാഡെന്ന് പറഞ്ഞിട്ട് ഇത് ബാറല്ലേ? You cheat. You shut up and go forward. Oh, she's crazy. Please. Actually, she knows everybody. All right, of course. Because she's also a musician. She's about this life. തോമസ് കഴിക്കൂലേ? അല്ല അവൻ അടിക്കില്ല. Oops. Oh god damn. Oops, his habits are coming out. എന്റെ പൊന്നെ ഇങ്ങനൊന്നും അടിക്കല്ലേ, ഡേഞ്ചർ ആണ്. അല്ല എനിക്ക് ഇങ്ങനെയാ ശീലം. അയ്യോ പേടിക്കണ്ട കേട്ടോ, ഞാൻ അത്ര വലിയ കുടിയൊന്നുമല്ല. എനിക്കെന്തിനു പേടി? നീ എന്തായാലും സംസാരിക്കാൻ സെറ്റ് ചെയ്ത ആംബിയൻസ് ഉള്ളാട്ടാ. ഇവിടെ ഇരുന്ന് മനസ്സമാധാനായിട്ട് എങ്ങനെ മിണ്ടോടാ. ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വന്നല്ല, വൈബ് ചെയ്യാൻ വന്നല്ലേ. നീ വന്ന് On നമുക്ക് VR. അവിടെ ചില്ലിയ ബാ. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്ന് എനിക്ക് അറിയാൻ പാടില്ല. Yeah, he's introverted as well. വേറൊരു വഴിയുണ്ട്. നമുക്ക് കാർത്തിക എടുത്ത് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചാലാ. കാർത്തികേ, എനിക്ക് റീനുനെ മതി. ഷെടാ എടാ കാർത്തിക നമ്മുടെ കൂടെ ഉണ്ട്. പകുതി കാര്യങ്ങളും ഓക്കെയാണ്. നിങ്ങൾ എന്താ വരാത്തെ? എന്താ വരാത്തെ? ബാ കാർത്തിക ഇവിടെ ഇരിക്കൂ കുറച്ചേരം. Tell me. കാർത്തികയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണ്ടേ. Oh god. മനസ്സിലായി അമൽ ഡേവിസ്. ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കമ്മിറ്റഡ് ആണ്. അതിനൊന്നുമില്ലേ? ഓ ഓ ഓ ഇവിടെ കാർത്തിക കമ്മിറ്റഡ് ആണ്. ബൈ കമ്മിറ്റഡ്. സി നോ വൺ. Oh my god, that's so mean. ഇവന് റീനുവിനെ ഭയങ്കര ഇഷ്ടാണ്. അത് തുറന്നു പറയാൻ ഭയങ്കര മടി. Yeah, she thought they were interested in her. മൊബൈലോട്ടുണ്ടെന്നേ ഇതവിടെ വെച്ച് പറയായിരുന്നില്ലേ? അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ അടിച്ചേരില്ലേ? നോ. സച്ചിൻ എന്നിട്ട് UK പോക്കൊക്കെ എന്തായി? അത് ഒരു തവണയും കൂടി അപ്ലൈ ചെയ്താൽ കിട്ടും. എന്റെ സച്ചിനെ, നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാൻ എങ്കിലും ഉണ്ടോ? 30 വയസ്സ് വരെയുള്ള പ്ലാൻ അവർക്ക് ഇപ്പോഴേ ഉണ്ട്. അതും അവരെക്കാളും പ്രായവും പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാള്. I'm well settled. At least I have a job. പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ചെന്നൈയിലോട്ട് പോകുന്നു. ആരോ പറയാനായിട്ട് ഗേറ്റ് കോച്ചിങ് കെട്ടിയെടുക്കുന്നു.
നീ ആദ്യം നിന്റെ കരിയർ എന്താ തീരുമാനിക്കേ എന്നിട്ട് പ്രേമിക്കാൻ നടക്കും. It's good advice, but That's not bad. That's not you bad. can do both, mate. As a matter of fact, get a girl that believes in you. ഇതൊക്കെ സ്റ്റോക്കിംഗ് ആണ്. സ്റ്റോക്കിംഗ് എന്താണെന്നറിയോ സച്ചിന്? സ്റ്റോക്കിംഗ് എന്താന്ന് അറിയാൻ you know who's stalking? Your പൈസ പോയിട്ടുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിംഗ്. Stock marketing is just. സപ്പോസ് ഇനി അവൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യണം തന്നെ ഇരിക്കട്ടെ, അവളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളെ മാത്രമേ അവൾ ഡേറ്റ് ചെയ്യുള്ളൂ. I don't think she would. കണ്ടീഷൻസ് ഒക്കെ ഒത്താണെങ്കിൽ ഒരാളെ എവിടെ നിന്ന് കിട്ടാനാണ്? അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഓഫീസ് തന്നെ ഉണ്ടെങ്കിലോ? Adi. ആര്? ആരായിരിക്കും? ആദി? See, within 6 months അവര് നല്ലൊരു കപ്പിളാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എടാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുതലെന്തേ തോമസേ? Yeah, where did the Thomas go? This guy is sort of a bit of a loser sometimes. Like right now. Maybe he turns crazy. നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാൻ എങ്കിലും ഉണ്ടോ? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? ഞാൻ തൂറി എറിയും നിന്നെ. Is he the crazy one? What an unreliable character would be so cool. The alcohol turns him mental. Or he lets loose with alcohol. തോമസേ Dance, bro. വേഷം കിട്ടിയാലും അടിച്ചെന്നിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. വന്ന് Thomas. അടങ്ങി നിന്നോളണം മനുഷ്യരെന്നാണ്. Let him. നീ സച്ചിനെ നോക്കിക്കേ, അവൻ തകർന്നിരിക്കാണ്. എന്നിട്ട് No, he's കൂളായിട്ടാണ് not. കാര്യം. സച്ചിനവിടെ? സച്ചിനെന്തേ? സച്ചിനെ മോനെ. Okay, so what's your name? Yeah, maybe he's the one that goes school. Bazak. Oh, or maybe he just lets loose a little. He's handling it well. Eso. He starts picking up birds. Oh, the girls are finally having fun though. They were having fun before. He's dead. Nice. Very nice. I think this should be done more often. Integrate. Yeah. Integrated. Integration's everything. I always say Rino who comes to save him. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? He's built like a 75-year-old man. At the age of 22. That is so accurate. Oh my god. Bro's sagging at 20. Oh my Out of being skinny. What the And he could get in amazing shape. നീ അവളായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ നോക്ക്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രോപ്പർ ആവട്ടെ. Yeah. എന്നിട്ട് ഇഷ്ടം പറഞ്ഞാൽ മതി. True. That's actually a Confess, good advice. Not confess. Talk. Build a relationship. That's good advice. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിശാഖപട്ടണത്ത് നാട്ടിലും പ്രോപ്പർട്ടീസ്, മുംബൈയിൽ സ്വന്തമായിട്ട് വീട്, അതും ആ പരേഷ് രാവലിന്റെ വീടിന്റെ തൊട്ടടുത്തെങ്ങാണ്ടോണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിന്റെ എന്താടാ ഉള്ളത്? നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ കുക്കറാ, അതിനകത്ത് വാറ്റാനല്ലാണ്ട് അരി വെക്കാൻ പോലും കൊള്ളൂല. Yeah, it's true. Become the man. Nice cinematography. Yeah, it's really creative in certain moments. Yeah. So artistic. Yeah, it is. It's very artistic. So guys, Renu has successfully Promotion. completed her probation period. Probation, nice. And now she's a full-time employee of Hospital. Big round of applause. Okay, today's lunch is on me. Okay? You know, pay with a company card, mate. Oh, it's at TFC. They're gonna go. It's Reno. ഹലോ റീനു. എന്താണ് ഭയങ്കര ബിസി ആണല്ലോ? പേടിക്കണ്ട, ഗേൾ ഫ്രണ്ട് ഒന്നല്ല. എടാ നിങ്ങളുടെ TFCയിലെ 8 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മീൽ സെർച്ച് ചെയ്യോ? ഇവിടെ ഏറ്റവും ബെസ്റ്റ് ബർഗേഴ്സ് ആണ്. എങ്കിൽ നീ ഒരു 8 ബർഗർ മീൽ ഞങ്ങളുടെ ഓഫീസിന്റെ അവിടേക്ക് ഒന്ന് ഡെലിവർ ആക്കോ? എടി ഹൈടെക് സിറ്റിയുടെ അവിടെ ഡെലിവറി അത് കുഴപ്പമില്ല, ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യുടാ. താങ്ക് യു. Oh. I guess it's a beginning. It's something. Yeah. At least he's Oh, nice bike. on her mind. What the nice bike. It's the company's bike. Yeah, at least he's on her mind. She thought of him. എടാ ഞങ്ങളുടെ ഫ്ലോറിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട്. ഇപ്പൊ അവിടെ റെഗുലർ ആയിട്ട് ഹയറിംഗ് നടക്കുന്നുണ്ട്. Nice. അവിടുത്തെ HR എന്റെ ഫ്രണ്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ റെസ്യൂം എനിക്ക് അയക്ക്, ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്യാം. ശമ്പളമൊക്കെ കുറവായിരിക്കും.
അല്ല നിനക്ക് താല്പര്യമുണ്ടേ? അല്ല താല്പര്യമുണ്ട്. ഞാൻ റെസ്യൂമേ അയക്കാം. നായിക്ക് എടാ എത്രയാടാ? 2300. 2500 ഉണ്ട്. ആദി റീനുവിന്റെ ബോയ് ഫ്രണ്ട് ആണല്ലേ? സച്ചിൻ എന്ത് തോന്നുന്നു? എനിക്ക് നിങ്ങൾ നല്ല മാച്ച് ആയിട്ട് തോന്നി. ആണല്ലേ? Well, that's know how to do it, mate. TFC is insane. Yeah. Because I like Straight plagiarism. It's the same font. Yeah, everything is the same. Right? How did I get sued? Tough lawsuit to win, though. Yeah. Did I miss something? നമ്മളൊന്ന് കല്യാണത്തിനുണ്ടല്ലേ, അവരുടെ കൂടെ ഞങ്ങൾ തിരിച്ചു പോന്നേ. Everybody stop eating. I think it's poisoned. Why would you say that? JK. Just kidding. കഴിക്കൂ. ശ്രീനി have it. Man, my burger. എന്റെ പൊന്നാദി, ചില സമയത്ത് നിന്റെ JK അടി ഉണ്ടല്ലോ. Don't say that. I will break your neck. It's really nice. Why are they referring to each other in third person? Is that normal in Malayalam? அடைய மச்சான் நீ வேற அந்த பாலா போன பர்கர் எடுத்துட்டு வந்து வயிறு ரெண்டு மூணு தடவை ரெஸ்ட் ரூம் போயிட்டு வந்துட்டேன். Try. So romantic. Slight headache, you know. Vignesh, you have aspirin, right? ബാഗിൽ ഇருக்கு മട്ടാ. ആടാ. ഹലോ, നാട്ടിൽ പോവാണോ? അതെ. എന്തു പറ്റി പെട്ടെന്ന്? പെട്ടെന്നൊന്നുമില്ല, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന. പിന്നെ നീ ഇന്നലെ തന്ന ബർഗർ കഴിച്ചിട്ട് എനിക്ക് വയറിനൊരു സുഖമില്ല. ലൂസ് മോഷൻ അടിച്ചെനിക്ക്. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെയാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. TFC ഇതുവരെ ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ല ആർക്കും. അത് വിട്, ഞാനേ നിന്നെ വിളിക്കാം. ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ തമിഴ്നാട്ടിൽ എവിടെയാണ്. സേലം എടുക്കാറായി. സേലോ? അല്ല, ഞാനും സേലത്തുണ്ട്. ശരി, വെക്കുക. അല്ല, ഇന്നലെ തന്നെ ഞാനോളും കൂടി പുറത്തു പോയിട്ട് ഒരു ബർഗർ കഴിച്ചു. അത് അവളുടെ വയറ്റിന് പിടിച്ചില്ല. ഇപ്പൊ ലൂസ് മോഷൻ ഒക്കെ ആയിട്ട്. I call it the loose motion. നിനക്ക് ഫസ്റ്റ് ഇയറിൽ ഇതേപോലെ ഒരു തൂറ്റൽ വന്നിട്ട് ഒരു ഒറ്റമൂലി കഴിച്ചിട്ടല്ലേ ശരിയായത്? നമ്മുടെ ഉമാശങ്കറിന്റെ പാർട്ടിയുടെ ഏത് പാർട്ടി? എനിക്ക് ഓർമ്മയൊന്നുമില്ല. കുമുദം പാർട്ടി. അവരെ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഉമാശങ്കറിനൊന്ന് വിളിച്ചോക്കട്ടെ. പാർട്ടി ഇപ്പോഴും ഉയരോട് ഉണ്ടോ എന്തോ? കുമുദം പാർട്ടി. ഒറ്റമൂലിയോ? എടാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത് നെയ്ക്കാരപ്പെട്ടിയിൽ അതിനേരം വണ്ടി ഒന്നും നിർത്തിയിട്ടില്ല. അല്ല, അത് സാരമില്ല, ഞാൻ അവിടെ നിന്നോളാം. നീ ഏത് കമ്പാർട്ട്മെന്റ് എന്ന് പറ. സച്ചിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എടി, പിന്നെ നിനക്ക് ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ തീരെ അങ്ങോട്ട് വെള്ളം പോലെയാണോ അല്ലെങ്കിൽ? അല്ല, പാട്ടി ചോദിച്ച്. നീ ഒറ്റമൂലി എന്ത് പണ്ടാരെങ്കിലും കൊണ്ടെത്താ? നീ ഫോൺ വെച്ചേ. Nice directing. The motion is awesome. Your Indian train scene? Yeah. What's this discombobulated? Oh, the tension. They're building such great tension. Oh, it's broken because he's... She fell. എടാ, നീ എങ്ങനെയാ പോകുന്നേ? ഞാൻ പോകോളാം. ശരി, സൂക്ഷിച്ച്. ഞാനേ വിളിക്കാം. ശരി. That's very sweet. That's how you build a relationship, right? Yeah. Dependency and consistency in your life. I mean, a little bit simpy if you ask me, but you know what I mean. Oh, that's really sweet. It is his fault though, so because the burger. ഹലോ. ഹലോ, ആരാ? ആരാന്നോ? എടാ, ഞാൻ റീനുവാ. അയ്യോ, അതെ, ഫോണിന്റെ ഡിസ്പ്ലേ വീണപ്പോ പൊട്ടി, അത് കാരണം പെട്ടെന്ന് മനസ്സിലായില്ല. എടാ, നീ തിരിച്ചു പോയായിരുന്നോ? ഇല്ല. അപ്പൊ ഇപ്പോഴും നീ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാ? അല്ല. പിന്നെ ഞാൻ ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ചാടി കയറി. എന്തിന്? അല്ല, എന്തായാലും ഇവിടെ വരെ എത്തി. അപ്പൊ നാട്ടിലൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു. സച്ചിന, നീ എന്ത് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നേ? ഓടുന്ന വണ്ടി ചാടിക്കറി വല്ല ആക്സിഡന്റും പറ്റിയിരുന്നെങ്കിലോ? അല്ല, അതിനൊന്നും പറ്റില്ലല്ലോ ഇപ്പൊ. പറ്റിയില്ല. എടി, ഞാനെ വിളിക്കാം. ഞാനിവിടെ ഒറ്റക്കാലിൽ
എടാ നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത അത് ഞാൻ നിന്നോട് കൊഴപ്പുണ്ടാവില്ലല്ലോ അല്ലേ? പക്ഷെ നമുക്ക് ടീറ്റിനോട് പറഞ്ഞു നോക്കാം. ഏതായാലും നീ വാ. ശരി. ശരി. He's in the middle of the carriages. Mad bastard. I know that this is normal, but this is really weird. നീ ആ മരുന്ന് കഴിച്ചില്ലേ? അയ്യോ ഇല്ല. അടുത്ത് കഴിച്ചത് ഇങ്ങനെ കഴിക്കണ്ടേ? ഇത് അതങ്ങനെ എടുത്ത് വിഴുങ്ങി ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി. അതൊന്നും നോക്കണ്ട, കഴിച്ചത് മുഴുവനും വടിച്ചെടുത്ത് കഴിച്ചത്. എത്ര? കുറച്ചുകൂടി മുഴുവനും എടുത്ത് കഴിക്കാത്, വടിച്ച് കഴിക്കി. മതിയാ? What is it? I have no idea. It's like a herbal. Reenu? Reenu? JK, just kidding. Hey, you! Don't copy that shit from the weird guy, serial killer, potential stalker guy. JKന്റെ കാര്യം പറഞ്ഞോ, ആദ്യം വിളിക്കുന്നുണ്ടല്ലോ. Mate. ആദി? Hey Reenu, safe അല്ലേ? സേഫ് ആണ്. ഞാനിപ്പോ സേലം കഴിഞ്ഞു. Oh, great. He's the boss, though. Or maybe they have like a personal relationship as well. No, he's trying to build a personal relationship. നല്ല പരിചയമുണ്ടല്ലോ. Who is that? ഇത് സച്ചിൻ. നമസ്കാരം ചേട്ടാ. Namaskaram. Oh no! Oh no! ആ വണ്ടിയിലെ ചങ്ങലുണ്ട്, വേഗം വലിച്ചിട്ട് വല്ല കാട്ടിലോട്ട് പോയി ഓടി രക്ഷപ്പെടും. ഇവന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് സേഫ് അതാ. എന്താണോ? ആദി പാനിക് ആവല്ലേ. അവൻ എനിക്ക് മരുന്ന് കൊണ്ട് വന്നാ. മരുന്നോ? എന്നിട്ട് നീ ഇത് കഴിച്ചോ? കഴിച്ചു. Shit. Okay, do one thing. Go straight to the bathroom, put your finger inside and vomit it out. ആദ്യം ഒന്ന് കൂളാവ്. നമ്മുടെ സച്ചിനല്ലേ? Reenu? Hello? Oh, the sirens are എടുത്തോണ്ട് പോടോ. so good. കട്ടായി തോന്നുന്നു. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. അതാ മരുന്ന് കഴിച്ചാ ഉറക്കം വരുമെന്ന് പാട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു. തായോ കിടന്നു. ഈ പാട്ടിയൊക്കെ ഉള്ളതാണോ? I like that they play to this. It adds tension. It makes things more interesting. And also, I feel like you're expecting it also. സച്ചിനെ ആലോ എത്തി. അയ്യോ, ഞാൻ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ആ മരുന്ന് കഴിച്ചോണ്ടാണോന്നറിയില്ല, ബെറ്ററായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇറങ്ങട്ടെ. എടാ താങ്ക്സ്. അയ്യോ, നോ മെൻഷൻ പ്ലീസ്. എടാ പിന്നെ 23-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. ഫ്ലാറ്റില് ചെറിയൊരു ആഘോഷമുണ്ട്. ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പൊ നീ അമൽ എന്തായാലും വായോ. അമൽ വന്നില്ലെങ്കിലും നീ എന്തായാലും വാ. That's sweet. He could think of be homeless for the night. He wouldn't give a hope for the first time in his life of love. Mate, the music's been fantastic. Oh, they've been texting and shit. Sending gifts and shit. നന്ദി. ഇത് പിടി മോനെ. പുതിയ ഫോൺ. സച്ചിനെ മോഷണം തുടങ്ങിയ നീ? നമ്മളുടെ പഴയ ഫോണാടാ. എത്ര കാശ് വാങ്ങിയോളൂ? കാശാ തന്നെ. ട്രെയിനിൽ കയറുന്നു, മരുന്ന് കൊടുക്കുന്നു, അവള് ഫോൺ നിനക്ക് തരുന്നു, നീ ഗിഫ്റ്റ് അവക്ക് കൊടുക്കുന്നു. ഇവിടം വരെ ഓക്കെ, ഗുഡ് ജോബ്. പക്ഷെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? ഞങ്ങള് ഫ്രണ്ട്സ് ഓൺ. Oh Lord. He's the devil in his shoulder. കിടക്കണ പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ഏറെക്കുറെ അസാധ്യം തന്നെ പറയേണ്ടി വരും. എന്തിനാടാ ചെവിയിൽ വിളിക്കണത്? ഉറക്ക വിളിച്ചോ. ഹൈദരാബാദാണ്, ആർക്കും മനസ്സിലാവൂല. വിളിച്ചോ നീ. I love how that's how you do self-awareness. That's how you do comedy without diminishing your character. He's so good. Oh, the family's here. നിങ്ങളായിരുന്നോ? മനുഷ്യൻ ചുമ്മാ പേടിച്ചു പോയല്ലോ. ഞങ്ങള് പെട്ടെന്ന് എന്റെ ഷോക്കില, ഐ മീൻ സർപ്രൈസില്. സർപ്രൈസിൽ അർത്ഥം ഉല്ലസിച്ചതാ. ഹാപ്പി ബർത്ത്ഡേ.
താങ്ക് യു. പകുതി കാശുണ്ടല്ലേ? ബാ സച്ചനെ, ഇത് അമ്മ അപ്പയും, അമ്മ ഇത് സച്ചൻ, അത് അമ്മ. വാ വന്നിരിക്കെ. എന്താ റീനു ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമെന്ന് പറഞ്ഞിട്ട്? മാത്രല്ലേ ഉള്ളൂ ചീപ്പ് സ്റ്റേഷനറി ഐറ്റംസ്. Cheap stationery items is it? ബോംബായിരിക്കും. That's awesome. I want one of those. Oh my god, I want one of those. Communism. What the red communism color? ബിരിയാണി കഴിക്കാം. That's funny as Epa. ഇത് ഞാൻ അമ്മയ്ക്കും പപ്പയ്ക്കും വേണ്ടി വാങ്ങിയതല്ലേ, നിനക്ക് അപ്പ വേണമെങ്കിലും കഴിക്കാലോ. പുലർച്ചെ 5 മണിക്ക്. This guy is crazy. Nah, he hate her. അത്രയും നേരത്തെ മേടിച്ചാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചീത്തായിട്ടുണ്ടാവില്ലടാ. പിന്നില്ലാണ്ട് ഇതുപോലെ തോള കോമഡി പറഞ്ഞു Shut up, idiot! എന്ന് പപ്പ പറയും. Shut up! JK, he says. ചുമ്മാ തമാശ. Wait, so like everybody is like everybody. Very nice. കേട്ടോ അമ്മ, ഈ റീനു കണ്ണി കണ്ട അലവലാദികൾ വാങ്ങി കൊടുക്കുന്ന ഒക്കെ കഴിക്കും, എന്നിട്ട് വയറ് കേടാക്കും. ഒരു ദിവസം കാലത്ത് എനിക്കൊരു മെസ്സേജ്, ആദ്യം ഞാൻ നാട്ടിൽ പോവാണ്, എനിക്ക് വയറിന് സുഖമില്ല. ഞാനും പാനിക്കായി പോയില്ലേ. പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ നേരിട്ട് കണ്ടപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. നിങ്ങളെ കൊണ്ടുള്ളതാണ് ഞങ്ങളുടെ ആശ്വാസം. ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ടൗണിലൊക്കെ താമസിക്കാൻ വരണത്. ഞങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്ല, ഫുഡിന്റെ കാര്യത്തിൽ റീനുവിനെ പറഞ്ഞിട്ട് എന്തിനാ? പാപ്പയ്ക്ക് വല്ല കൺട്രോൾ ഉണ്ടോ? കണ്ടോ പപ്പ അതിന് കൈയെടുത്തേ. റീനു, കഴിഞ്ഞ തവണ ടെസ്റ്റ് ചെയ്തപ്പോ പപ്പയുടെ ഷുഗർ ലെവൽ എത്രയായിരുന്നു? എനിക്കൊന്നും ഓർമ്മയില്ല. എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, 190. അതുകൊണ്ട് പപ്പ This guy is weird. He's weird, bro. പപ്പയുടെ എന്തായാലും പറ. അതെ അങ്കിൾ, അത് കഴിക്കണ്ട, അത് അപ്പിയ. അപ്പിന്ന് പറഞ്ഞ മോശം വസ്തു. ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. Well, good enough. എന്തൊട്ട് വൃത്തിയോടൊക്കെയാണ് ഒരു സദസ്സിലിരുന്ന് പറയണത്. I don't know why. But she left. ചിരിച്ച് കളിയാക്കി ചിരിച്ചോണോ? This guy's the devil. Yeah, I think it's just the table. Oh, maybe that's just what they're used to. എവിടെ ഇരിക്കാനാണ്? അല്ല, ചെയർ വേണേ വേറെ ഉണ്ട്. അല്ല കുഴപ്പമില്ല, ഞങ്ങളിവിടെ സെറ്റാണ്. ആണോ? എന്നാ അവിടെ ഇരിക്കാം. Nice. ആന്റി എങ്കിലും ഞങ്ങളുടെ ട്രിപ്പിന് വരണില്ലേ? ട്രിപ്പോ? എന്ത് ട്രിപ്പ്? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നു. നമ്മളെ ഈ ഓഫീസിലെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാരും കൂടിയിട്ടേ ഒരു 1 day ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 1 day trip, blow ass. പപ്പയും അമ്മയും വരണം. അയ്യോ, ഞങ്ങക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണല്ലോ. ആദ്യം വീടൊക്കെ അടച്ചിട്ടിട്ട് പോകുന്നതല്ലേ. നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര അത്യാവശ്യം? നമ്മൾ ഹൈദരാബാദ് കണ്ടിട്ടില്ലല്ലോ. ട്രിപ്പ് കഴിഞ്ഞ് പോയാൽ മതി. എന്നാ ഞാൻ വികാസനെ കൂടെ വിളിക്കട്ടെ. Who is Vikas? Who is Vikas? Literally me. My fiance. വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അദ്ദേഹം വന്നോട്ടെ. We should be coming. ഓക്കെ, ഇവരും കൂടെ വരട്ടെ അല്ലേ? ആദി അല്ലേ, വണ്ടിയിൽ സ്ഥലം ഉണ്ടാവോ എന്തോ. Everybody but them. Whatever. മമ്മ ഇല്ലെങ്കിൽ ഞാൻ വരില്ല. It's so awkward. ആദി എന്താ മോളെ? റീനുനെ he's weird. സച്ചിൻ വരെ കൊടുത്തു. സച്ചിൻ വരെയാ? എന്താ നമ്മളെന്താടാ സ്പീഡ് അങ്കുലീസോ? Are we that worthless? റീനു, തൽക്കാലം ഇത് പിടിക്കൂ. 10 നോട്ട്, അതെന്താ വിഷുവാ? പിന്നെ ഇതുവരെ അവളുടെ നാട്ടിൽ ഇട്ടിട്ടില്ല, നോയിക്ക് ഇപ്പൊ കിട്ടും. നോക്കി, ഇതിനകത്ത് സീരിയൽ നമ്പർ എന്റെ ഡേറ്റ് ഓഫ് ബർത്താ. That's cool. Oh, that's actually really sweet. Adi, this is so special. I'm gonna keep this forever. It means a lot. Thank you. No problem, dear. Whoa. മനസങ്ങ് നീറണേ, മനുഷ്യങ്ങ് കേറണേ. നീ സുമ്മാ This guy is such a കള്ളൻ funny പിടിയിൽ. pooper. എത്ര ലജ്ജാവഹം. നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചോട്ടോ. That's so cheap. ആദ്യം ഞാനിത് അവന് കൊടുത്തതാണ്. വെറുതെ അങ്ങ് അസീമ ചെയ്യണോ മോഷ്ടിച്ചേക്ക് വന്ന്? റീനു, അതൊരു JK ആയിരുന്നു, യു നോ ജോൺ ഓഫ് കെനഡി. പിന്നെ
ജേക്കെ ഒന്ന് പോയാ മതി ചുമ്മാ ട്രിപ്പിന്റെ മൂഡ് കളയാൻ വേണ്ടി. ഷിഡി കാണാന്ന് Give me back my phone, man. You overgrown twit. Sachin, sorry. I apologize. That's fair enough. Hey, come on, guys, let's go. He's still He's so still weird weird. for doing that. Why would you do that? Oh, the drink. నాది బొమ్మలువే రోడ్డడిగే Oh, he fucking punched him. ఉళ్ళిలిగ నాడడి తెలంగాణ బొమ్మలు తెలంగాణ బొమ్మలు తెలంగాణ బొమ్మలు NTR సిటీల పోయి వరింగే ఆ చార్మినార్ He punched him. Hey, one second. Adi, whenever you're planning for a trip next time, make sure Make sure Amal and Sachin are Amal and part of it, okay? Hey, no worries. Thank you. Ah. ചേട്ടാ ബൈ. ഇവന്മാരായിട്ടൊരു പോക്ക് പോകുന്നുണ്ട്, ഒരൊടുക്കത്തെ പോക്ക്. Oh, Jesus Christ. Their drinking is definitely a problem. Yeah, their drinking is definitely a problem. I think that will be the break. He's gonna have to stop. She's everything that she didn't want in a guy. He's everything. Yeah. എടാ നിന്റെ റെസ്യൂമേ ഞാൻ കണ്ടായിരുന്നല്ലോ. Not good. എന്തോന്നാടാ അത്? എന്തേ? റേഷൻ കാർഡിന്റെ ഫ്രണ്ട് പേജ് പോലെ ഉണ്ട്. Sorry. പെട്ടെന്ന് ചെയ്തപ്പോ എടാ ഇങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യണ്ടേ. ഒരു കാര്യം ചെയ്, നാളെ നീ എൻ്റെ കൂടെ വാ. We'll do it together. നമുക്ക് ഒരുമിച്ച് പോയത്. Yay! ഓ ഒരുമിച്ച് പോവാം. She's deeply in love with you. പിന്നല്ലാണ്ട് His friend, Amal Davis, is crazy. പോടാ, അത് ശരിയാവൂല. എന്താണ് പറയാനുള്ളപ്പാ? ഇതാണ് റെസ്യൂമേ. എടി ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്തിട്ടില്ല. അതെത്രയാ? അത് 16 മാർച്ച് 1999. He's young. നീ മാർച്ചാണല്ലേ? ആ. അപ്പൊ നീ എന്നെ ചേച്ചിനെ വിളിക്കണല്ലോ. ഞാൻ സെപ്റ്റംബറാ. Oh, shit, 1999. അതൊരു പ്രശ്നമാണോ? എന്ത് പ്രശ്നം? നിന്റെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞേ. എന്താ നോക്കണ? അൺമാരീഡ്. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഇങ്ങനെയൊക്കെ അൺമാരീഡ് ആയിട്ട് നടന്നാ മതിയോ കൂട്ടുകാരാ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതെ, അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ അൺമാരീഡിൽ നിന്നും മാരീഡിലേക്ക് മാറി. He's so introverted and strange about this whole approach. Oh, that was cool. അതേത് പെണ്ണ്? ആ പെൺകുട്ടി ഇപ്പൊ എന്റെ തൊട്ടു മുമ്പിലിരുന്ന് എനിക്ക് CV റെഡിയാക്കി തന്നോണ്ടിരിക്കുക. Oh, I see. She's so focused, she doesn't. What? നീ എന്നെ പ്രപ്പോസ് ചെയ്തോണ്ട്? No, you. കേട്ടിട്ട് എന്ത് തോന്നി? എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് പ്രപ്പോസൽ ആണെന്ന് തോന്നി. എനിക്കെന്നല്ല, ഏതൊരു പെണ്ണിനും. ഇടക്കിടക്ക് പ്രപ്പോസൽസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോ ആ ഉണ്ട്. കിട്ടാണ്ടിരിക്കാൻ മാത്രം മോശമാണോ ഞാൻ? എനിക്കും കിട്ടാറുണ്ട് പ്രപ്പോസൽസ്. Well, actually, me too. കുറെ. ആയിക്കോട്ടെ. ഇതെന്താണിത്? എന്തു പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ലാത്ത സ്ത്രീ. സ്ത്രീയോ? പിന്നല്ലാണ്ട് പുരുഷനാ. കോമഡി ടൈം ഒക്കെ കഴിഞ്ഞു. നീയേ ഫ്രണ്ട് അടുത്ത് പോവാൻ നോക്കി. കോമഡിയാ? നിനക്ക് ഞാൻ ഈ പറയുന്നൊക്കെ കോമഡി ആയിട്ടാണോ തോന്നുന്നത്? സീരിയസ് ആയിരുന്നോ? അങ്ങനെയാണ് അതിനെ പറ്റിയ മറുപടി ഉണ്ട് എന്റെ കയ്യില്. നടക്കില്ല സച്ചനെ. എനിക്ക് ഫോൺ തരണം. എന്നെ ജോലിക്ക് വേണ്ടി റെഫർ ചെയ്യണം. He's so confused. She was being a friend. She's been a friend. She's really not doing anything romantic, to be perfectly honest. Oh. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് പിന്നെ? ഇതിന്റെ അർത്ഥം പിന്നെ പ്രേമം എന്നാണല്ലോ. അതല്ലേ നാട്ടുകടപ്പ്. നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്? എന്ത്? നിനക്ക് എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നു. ആ, അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. But she's right, she's pretty great. Well, at least he's standing up for himself for the first time in his life. They're both pissed. That's awesome. എടി ഒന്ന് ഡോർ തുറന്നേ. എന്താ? എടി ഞാൻ നാളെ പേപ്പർ ഇടുവാ. നീ റിസൈൻ ചെയ്യുവാണോ? അതെന്താ പെട്ടെന്ന്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. Marriage, mate. ഇപ്പൊ തീരുമാനിച്ചേ ഉള്ളൂ. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു.
വികാസിന് എന്തായാലും ഹൈദരാബാദിലോട്ട് ട്രാൻസ്ഫർ കിട്ടും തോന്നില്ലടി. അപ്പൊ ഞാൻ ബാംഗ്ലൂരോട്ട് ഷിഫ്റ്റ് ആയ വികാസിന്റെ കമ്പനിയിൽ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. അത്യാവശ്യം നല്ല പാക്കേജും ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ ഞാനും ആ വാണ്ടർലിസ്റ്റ് മാത്രം, അതായത് പ്രാക്ടിക്കലി ഞാൻ ഒറ്റയ്ക്ക്. കുഴപ്പമില്ല. ആദ്യം ഞാനേ അക്കൗണ്ട് ക്രിയേഷൻ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. സേവിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ള കാണിക്കണേ. അതിനെന്താ? അത് നമ്മുടെ ടെസ്റ്റ് കേസിലില്ലല്ലോ. എന്റെ പൊന്നു റിനു, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണം. 18 വയസ്സാതെ ഇവിടെ ആർക്കും സാലറി കിട്ടാറില്ലല്ലോ. അപ്പൊ അവർക്ക് സേവിങ്സ് അക്കൗണ്ടും പറ്റില്ല, ലോൺ അല്ലാതെ ടെസ്റ്റ് കേസിലില്ലാത്ത എറർ വന്ന ഹൈ പ്രയോറിറ്റി. റിനു 3.5 വർഷമായി ഞാൻ ഈ നെറ്റ് ബാങ്ക് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ എഴുതിയ ഒരു കോഡിൽ ഇതുവരെ ഒരു ഇഷ്യൂ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. He's salty because of the trip. റിനു, Oh boy. ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അന്നത്തെ ആ ട്രിപ്പ് അതെനിക്കൊരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. This is a problem with getting familiar and close with your ആവശ്യമില്ലാത്ത അലവലാതികളൊക്കെ വലിച്ചു കയറ്റാൻ ഞാൻ പലതവണ പറഞ്ഞാണ്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ. What the hell? What is that supposed to mean? That sounds like a threat, my guy. എടാ, എനിക്കിപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഞാൻ നിനക്ക് അനാവശ്യമായിട്ട് ഹോപ്പ് വരുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ വളരെ റാൻഡായിട്ട് നിനക്ക് ചെയ്തിരുന്ന പല കാര്യങ്ങളും നീ വേറെ രീതിയിലാണത് റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സംസാരമൊക്കെ നിർത്താം. ഈ കറങ്ങലും കാണലും ഒന്നും വേണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നിനക്കെന്തൊന്നും പറയാനില്ലേ? റീനു, Oh, the twinkly. I love you. സച്ചിനെ, പ്ലീസ് ഡോണ്ട് ഡു ദിസ്. എടാ, നിന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നല്ലേ എനിക്ക് തോന്നുന്നേ. എനിക്ക് പറ്റില്ല സച്ചിനെ എന്നെ കൊഞ്ചിച്ചോണ്ട് നടക്കാൻ. നീ അതൊക്കെ എൻജോയ് ചെയ്തിട്ടില്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. സോറി, ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. നിനക്ക് പേടി, എന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ എന്നെ പ്രേമിച്ചു എന്നുള്ള പേടി, അത് സമ്മതിക്കാനുള്ള മടിയാണ് നിനക്ക്. ടേക്ക് കെയർ ചെയ്യുന്ന കേസ് പറഞ്ഞില്ലേ? എനിക്ക് ഇങ്ങനത്തെ കെയറിംഗ് ഒന്നും എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. സച്ചിനെ, മതി, നിർത്തിക്കോ. നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. ഇത് ഇവിടെ വെച്ച് നിർത്താണ് എനിക്കും. എടാ, നീ എന്തിനാ ഇത്ര ഡെസ്പ് ആവുന്നത്? നിനക്ക് കിട്ടിയ ആദ്യത്തെ റിജക്ഷൻ ഒന്നും അല്ലല്ലോ ഇത്, ആണോ? ഹലോ, എനിക്ക് മനസ്സിലായി എന്റെ മിസ്റ്റേക്ക് ആണ്. സൊല്യൂഷൻ ഇല്ലേ? ഞാൻ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തയാ. Yeah, you also can't expect to snap his heart in two and then expect him to just. Music is gorgeous. Yeah. Such great juxtaposition of everything. Gorgeous musical score. What a beautiful expression of the emotions musically. അമൽ ഡേവിസെ, റീനു നോ പറഞ്ഞിട്ടാ. നോ പറഞ്ഞ? നീ അവളെ പ്രപ്പോസ് ചെയ്താ? പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്ത്, പക്ഷെ അവള് നോ പറഞ്ഞു. പക്ഷെ നമ്മളെ പേടിക്കണ്ട, ഞാൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. മനസ്സിനൊരു ഭാരം ഇറക്കി വെച്ച ഫീൽ ഉണ്ട്. ഇനി ഞാൻ ഓക്കെ ആയിരിക്കും, നീ കണ്ടോ. It's such an interesting male experience. I don't think. Yeah. It's such a unique male experience, this, I guess. One side love set Because I actually feel like it's so realistic on how, you know, essentially a lot of guys will go through this. One side love വേണ്ട. അതാ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയാ മതിയായിരുന്നു ചെന്നൈക്ക്. നീ പറഞ്ഞാടാ കറക്റ്റ്. അമൽ ഡേവിസ്, നീ ആണത്താല. You're the hero. And then you put Bedardea in the background. Oh, Bedardea. Yeah, Bedardea. Oh. Daddy. എടാ, അവൻ ഇന്നലെ എനിക്ക് ഈ ഫോൺ തന്നിട്ട് പോയി. ഇതൊന്ന് അവനെ തിരിച്ചു കൊടുത്തേക്കോ? അവൻ ചെന്നൈക്ക് പോയി. എപ്പോ? വെളുപ്പിന്. അവനൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്തിനാ നിന്നോട് പറയണേ? നീയല്ലേ അവനോട് കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ട. Yeah, what the You crushed him. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ഇത് അവന്റെ ആദ്യത്തെ റിജക്ഷൻ ആയിരിക്കില്ലെന്ന് നീ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ? എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് കിട്ടണത്? ഞാനൊക്കെ പറയണ പോലെ അല്ല നീ പറയുമ്പോ. അമലെ, ഞാൻ അവനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാ അവനത് ഒട്ടും ഹേർട്ട് ആയിട്ടില്ല. Crushed him.
Yeah, the most. I mean, she can say whatever she wants. It's her right. But നടക്കില്ല. ഇപ്പൊ വേക്കൻസി ഇല്ല. എടാ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിപാടി കിട്ടോ പിടിച്ചു വെക്കാനായിട്ട്. എത്രാന്ന് വെച്ചാണ് നിങ്ങളുടെ ചെലവിൽ ഇങ്ങനെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പരിപാടി ഉണ്ട്. ഞാൻ മുമ്പ് പോയിരുന്നാണ്. oh, he's a live crowd. മറ്റേ കാര്യം നുണ പറഞ്ഞാണല്ലേ? ഏത്? നീ അവളും സെറ്റാണെന്ന്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ലൈഫ് ഭയങ്കര അൺഫെയർ ആടാ, പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തിൽ. നീ വായോ? Yeah, I think it's a very common male experience. And I think maybe in India, this is exactly what that embodies. ഒരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡേറ്റും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കുമ്പോൾ This is definitely a very unique experience. I've never really seen a story that tells something This like story, this. what a unique story. I love this. Obviously, from a cultural perspective, this love is to so learn. unknown, you know? Yeah. Wow, he became part of the masses, invisible, no longer playing his own story. Nice detail. Oh, the twinkles are now in reverse. Yeah, the annoying thing is that she's also in love. I love that there's like she's making chai, he's drinking the chai. Yeah. He called. ഹലോ സച്ചിനെ നീ ഫംഗ്ഷന് വരില്ലടാ? ഇല്ല, ഞാൻ ഉണ്ടാവുന്നല്ല. ഞാനിവിടെ ചെന്നൈയിലാണ്. ഓ, അപ്പൊ അത്രക്കെ ഉള്ളല്ലേ സച്ചിനെ? ആ, അത്രേ ഉള്ളൂ. The music has been so pretty. No way. She looks gorgeous in green. What is the resolution of this? There's not gonna be a weird twist? Nice! എടാ നീ ചെന്നൈന്നാണോ വരുന്നേ? അല്ല, ഞാൻ നാട്ടിൽ നിന്ന് വരുന്നത്. എന്റെ വിസ വന്നായിരുന്നു. അപ്പൊ ഞാൻ പോവാണ് യുകെയിലേക്ക്. Oh my god, you movie. നാളെ പോവും. ഇവിടുന്നായിരിക്കോ പോകുന്നേ? അതെന്താന്ന് വെച്ചാ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് പോവാന്ന് വെച്ചു. But in some way, he's become a man. He's grown. But he still has the vice, though, which is a problem. He's become stronger. അല്ല, എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? അല്ല, ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ വിഷമിച്ചു പോയെന്ന് അമൽ പറഞ്ഞു. അത് കേട്ടപ്പോ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. ഓ, നിന്റെ മനസ്സമാധാനം അതെപ്പോഴും ഓക്കെ ആയിരിക്കണം അല്ലേ? സച്ചിൻ, അമൽ, വി നീഡ് ടു ടോക്ക്. എന്റെ പൊന്നാദി, ഞങ്ങൾ നല്ല ടയർഡാണ്. പോരാത്തതിന് 3-4 അടിച്ചിട്ടുണ്ട്. ആദ്യം ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഐ ഇൻസിസ്റ്റ്. സച്ചിൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? റീനു ആകെ വിഷമത്തിലാണ്. എന്തിന്? ആരെങ്കിലും ചത്ത? ബിക്കോസ് ഓഫ് യു. എനിക്ക് വ്യക്തമായില്ല. വ്യക്തമാക്കി തരാം. ഞങ്ങളുടെ നെറ്റ് ബാങ്ക് ടീം ഒരു ഫാമിലി പോലെയായിരുന്നു. നൗ ഇറ്റ്സ് ലൈക്ക് എ ഡിസ്ഫങ്ഷണൽ ഫാമിലി. എല്ലാം വളരെ ശാന്തമായിരുന്നു, ശ്രാവണിയുടെ വെഡിങ് വരെ. Then you two came. അന്ന് തുടങ്ങി ഇന്ന് ഈ ഫംഗ്ഷൻ വരെ നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. 2 പരാതി ജീവികളെ പോലെ. എന്തൊക്കെയാ പറഞ്ഞവരെ ചാക്കിലാക്കി കാറിക്കേറ്റി കൊണ്ടുപോവുക, സെന്റി അടിച്ച് അവളുടെ കൂടെ ട്രെയിനിൽ നാട് വരെ കൂട്ടുപോവുക, അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരിക, ഞങ്ങളുടെ ട്രിപ്പിൽ വരിക, എന്തോ പച്ചമരുന്ന് കലക്കി കൊടുത്ത് അവളെ വശീകരിക്കാൻ നോക്കുക. നീ എന്ന് എന്താടാ ഒക്കെ കുറുക്കി കൊടുത്തേ? കൈവിഷാണോ? സച്ചിൻ, ഇനിയെങ്കിലും പറ, വാട്ട്സ് യുവർ പ്രോബ്ലം മാൻ? പ്രേമം. Great directing. എനിക്ക് അവളോട് ഭയങ്കര പ്രേമമാണ്. ഞാനത് അവളോട് പറഞ്ഞു. അവള് പറ്റൂലെന്നും പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ സ്ഥലം വിട്ടു. ഇപ്പൊ നാളെ Now I'm going to the Uk. പിന്നല്ലാണ്ട് നിന്റെ പോലെ ബെസ്റ്റ് കളിച്ച് പുറകെ നടക്കണോ? എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞു. വാട്ട്? എനിക്ക് റീനോട് പ്രേമോ? Really? Adi, come on, man. എനിക്ക് റീനോട് പ്രേമാണെന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾ ചീപ്പ് ഷോ കാണിക്കുന്നത് അല്ലേ?
അല്ല റീനുവിന് എന്നോട് പ്രേമുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഉണ്ടാകും ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഐ ആം റിയലി സോറി ഗൈസ്. എനിക്ക് ആ കുട്ടിയെ തിരിച്ച് സ്നേഹിച്ചേ പറ്റൂ. ബിക്കോസ് ഞങ്ങൾ തമ്മിൽ അത്ര നല്ല വൈബിലാണ്. He's so weird. He really is. He's obviously in love with her also, but തന്റെ മനസ്സിലുള്ള തുറന്നു he പറയാൻ doesn't What want the to be heck? put in the... Do you love me? What? No. No, No, that's stop it. enough. No. What the fuck? റീനുവിന് ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി, എനിക്ക് തന്നെ ഇഷ്ടമല്ല. Literally yes right now. ഓ, ഞാനൊന്ന് വഴക്ക് പറഞ്ഞതിലുള്ള പരിഭവം. എന്നെ ഇഷ്ടമാണെന്ന് നീ തുറന്നു No man, സമ്മതിച്ചിരിക്കുന്നത്. she really doesn't love you. ആദ്യം എന്താ തലയ്ക്ക് സുഖമില്ലേ? റീനു ജെകെയുടെ നിർത്ത ആൾക്കാർ ശ്രദ്ധിക്കുന്നു. തന്റെ ഒരു ജേക്കെ എടോ എനിക്ക് തന്നെ ഇഷ്ടമല്ല, അത്ര തന്നെ. They look like two hyenas. Any reason? ഒരു 100 റീസൺ തരാം. എടോ ആ ട്രിപ്പിന് തനിക്ക് അറ്റൻഷൻ കിട്ടാത്തന്റെ ദേഷ്യല്ലേ താൻ അന്ന് ആ പ്രൊജക്ടിനോട് തീർത്ത്. എന്നിട്ട് പണി മൊത്തം എനിക്ക് കിട്ടി. See guys, റീനുവിനോടൊന്നുമില്ല. എടോ അതിനല്ലേ ഞങ്ങൾ തന്നോട് We've been telling you that from the beginning, my guy. നീ അല്ലേ പറഞ്ഞ എന്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരണം, ഷെല്ലിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടരുതെന്ന്. ഇപ്പൊ എന്റെ സകല ഷെല്ലും പൊട്ടിരിക്കണം. വാടാ വാടാ. അങ്ങനെ തന്നെ. I came prepared. Come. Fist fight. Oh, God. ശ്രീനി, സ്ത്രീകളും കുട്ടികളെ മാറ്റി നിർത്ത്. രക്തം കണ്ട ചില സ്ത്രീകൾക്ക് തല കറങ്ങും. They're drunk also, so everything is Everything is funny as fuck. CBSE നിനക്ക് സ്റ്റേറ്റ്സ് പിള്ളേരെ അറിയാൻ പാടില്ല. The girl singing in the background. Hey yo! You guys. I'll show you guys who I am. അശൂ ആദിക്കുട്ടാ, അയ്യോ മമ്മിനോടൊന്നും പോയി പറഞ്ഞേക്കല്ലേ. ഞാൻ പോയില്ലേ, ഇനി മതിയാക്കാം. Bro, you gotta go to the airport. That's valid. ഹായ് ഡാമൽ. ഹായ് മച്ചാ. ഹായ് ബ്രോ. നീ അറിയോ Thomas is also weird. Thomas is so weird. എത്ര നേരായി നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഇവനാണെ വിളിച്ചിട്ട് കോൾ പോണില്ല. അത് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്ന കാരണം ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടേക്ക. ഇവിടെ മുതലാ. ആ എടാ ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാ, ഒരു ജാക്കറ്റാ. റീനു, നീ ഗിഫ്റ്റ് ഒന്നും കൊടുക്കല്ലേ? അമ്മ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. എടാ എന്നാ ശരി എന്നാ. എടാ ഞാനും വന്നോട്ടെ. എന്നാ കേറണെങ്കിൽ വേഗം കേറുന്ന, സമയം പോയി. Why is she getting in the car? Literally, where is Why she? is she getting in the car? Why is she getting in the car? Pramavasa. സച്ചിൻ, അമൽ, അവന്മാരാണ് നമ്മുടെ ടാർഗറ്റ്. അവന്മാരുടെ രണ്ട് കാലം തല്ലി പിടിച്ചേക്ക്. അവക്കുള്ള ഞാൻ സെപ്പറേറ്റ് കൊടുത്തോളാം. മറ്റൊരുത്തരുണ്ടല്ലോ കണ്ടോച്ചൻ, അവനെ എനിക്കറിയില്ല. ഗ്യാപ്പ് ആയിട്ട് ഒരു കണ്ണൂത്ത് പിടിച്ചേക്ക്. വളമിടിൽ നിർത്തി പെട്ടെന്ന് തന്നെ കുട്ടനും കയറി വരാൻ പറഞ്ഞപ്പോഴേ ഞാൻ ഇവന്മാരോട് പറയായിരുന്നു തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നു. ഇല്ലടാ. What the? That's not stupid. That's not stupid. This is some gangsters. Oh god damn! I knew the twist had to come. നിന്റെ പ്രശ്നം എന്താ ഇപ്പോ? അയ്യോ എനിക്കെന്ത് പ്രശ്നം, പരമസുഖം. ഒരു പണിയില്ല, വീട്ടിലും പോകാൻ പറ്റില്ല. ഇപ്പതേ കണ്ണി കണ്ട രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെടാൻ പോവാണ്. ഹാപ്പി ലൈഫ്. ഇത്ര കഷ്ടപ്പെട്ട് പോകുന്ന എന്തിനാ പിന്നെ? പോവാതിരുന്നൂടെ? അല്ലടി, ഞാൻ അപ്പൊ ഇവന്റെ അമ്മ മനസ്സലിഞ്ഞ് എനിക്കത് എഴുത്തരും. നോ മാൻ, TFC എനിക്കുള്ളതാ. No man, TFC. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പോവണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നീ അവിടെ പോയി സർവൈവ് ചെയ്യില്ല സച്ചിനെ. എനിക്ക് പിന്നെ വേറെന്താ ഒരു ഓപ്ഷൻ ഉള്ളത്, അതുകൂടി പറ. നിങ്ങൾ പാനിക് ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? കൊറേ നേരമായിട്ട് ഒരു എൻഡവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന എല്ലാ ഷോർട്ട് കട്ടും അവനും എടുക്കുന്നുണ്ട്. അത് ആദിയുടെ വണ്ടിയാണല്ലോ. Who is Adi? Thomas doesn't know. Why are we panicking? വണ്ടി എടുക്കുക, അവന് സച്ചിനെ നീ ഇങ്ങനെ പാനിക് ആവില്ല, ഞാൻ ആദ്യോട് സംസാരിക്കാം. എന്തൊക്കെയാണ് പറഞ്ഞത്?
എന്നെക്കാളും കൂടുതൽ അറിയാവുന്നത്. സച്ചിന്റെ ഒരുമാതിരി പിന്നെ നീ അല്ലടി പറഞ്ഞ ഈ പ്രാന്ത് നിന്റെ ബെസ്റ്റ് ആണ്. Oh shit. അത് കിട്ടാ മോനെ ഒരു കൈ അടച്ചെന്നാ പറയുന്ന വടി കറക്കി ജസ്റ്റ് ഒന്ന് അകത്തിട്ടുടൻ ചോദിക്കുന്നു. വേണ്ട, അവന്മാര് പേടിക്കണം. കഴിഞ്ഞ് എന്റെ UK പോക്കൊക്കെ കഴിഞ്ഞ് അവളുടെ വിസ വൺ ഡിസൈഡ് ആയി. അവളുടെ വിസ ഫുൾ ഓവർ. പ്ലീസ് എന്തിനായേ കുറച്ചു നേരം മതി. തമിഴോ Fine. Oh my god, my arm. ഇങ്ങനെ പേടിക്കല്ലേ. നിന്റെ UK പോക്കൊന്നും മുടങ്ങാൻ പോകുന്നില്ല. അഥവാ മുടങ്ങിയാൽ തന്നെ ഒരു പ്രശ്നമല്ല അത്. പ്രശ്നമല്ലാതാ പിന്നെ നീ എനിക്ക് ചെലവിന് ഞാൻ ചെലവിന് തന്നോളാം. വണ്ടി ഓടിക്കണോ? നീ ഹൈദരാബാദ് വിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുറച്ചുനാൾ നീ ഇവിടുന്ന് മാറുന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നീ എന്ന് ചോദിച്ചില്ലേ നിന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെന്ന്? ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. No girl, you gotta carry on with your നീ mistake. ഇവിടുന്ന് പോയി ഞാൻ മിസ് ചെയ്യതൊക്കെ. എനിക്കത് മിസ് ചെയ്യാൻ താല്പര്യമില്ല. അയ്യോ അതങ്ങോട്ട് മുഴുവൻ പറയടി. Yeah, literally. ശരിയാണ്, എന്റെ പാർട്ട്ണറെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾക്കൊക്കെ ഓപ്പോസിറ്റ് ആണ് നീ. പക്ഷെ ഒരു ഗട്ട് ഫീലിംഗ് ഞാൻ പറയാ, I think I'm falling for you. I think it's crazy. അങ്ങനെയൊന്നും പറഞ്ഞ അവന് മനസ്സിലാവൂല. Literally. മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. There. സച്ചിൻ, I love you. They get killed. Imagine. You gotta get swung in the head. Oh, great song. Good music. I'm going. Reverse. We're in a car, bro. സോറി, അത് ഇന്നലെ ഞാൻ മദ്യലഹരിയില് എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. ചേട്ടൻ ഇത് പേഴ്സണൽ ആയിട്ട് എടുക്കരുത്. We can talk. ടോക്കിംഗ് ഒക്കെ കഴിഞ്ഞില്ല മോളെ, ഇനി ആക്ഷൻ ടൈം. അയ്യോ അവളൊന്നും ചെയ്യില്ലേ? SRK in DDOJ. Yeah, literally. 20 minutes after shooting. 101ാമത്തെ റീസൺ. ആദ്യം അവനൊന്നും ചെയ്യില്ല പ്ലീസ്. Oh shit. We're committing. ആദ്യം ഇവനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്ലീസ്. സ്ത്രീകളെ തല്ലിന്നുള്ള ചീത്തപ്പേര് എനിക്ക് ഉണ്ടാക്കി വെക്കരുത്. You know, I am myself a feminist. Why did he quote that? Feminist is crazy. Hey! Oops. എതിരാളിയുടെ കണ്ണിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി, അവൻ നിലം പരിശ. Do it, don't doubt. Yeah. And now run. Close your own eyes. Spray away. Hey, that chick catches you too, you know. Oh my god! I can't say. അതിമോനെ ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ആർക്കും ഡ്രൈവിംഗ് അറിയില്ല. മോൻ ഓടിക്കാൻ പറ്റുമോ? Can you drive? No. None of us know how to drive. It's hilarious. Why are they still going to the airport? Because he has a flight to catch. But He they fought love each for other. his- They love each other, apparently. This is the stupidest. This is the stupidest shit I've ever seen in my life. It's good though. It's a good so film. good. It's a really good film, but what the is this story? Nothing. It's a story of nothing. Now, to be honest, he did grow. He grew. Well, he's still an alcoholic. Yeah, that's the worst part. ഓൾഡ് ഹൈദരാബാദ്, ന്യൂ ഹൈദരാബാദ്, പ്രസാദ ഇമാക്സ്. എന്നിട്ട് നിനക്ക് ഐ ലവ് യു പറയാൻ. സച്ചിനെ ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ നാക്ക് കൺട്രോൾ ചെയ്യാൻ. പിന്നെ നിനക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തല്ലാത്തോണ്ട് അവിടെ വലിയ കുഴപ്പമുണ്ടാവില്ല. Also, you know what's something I don't. പിന്നല്ലാതെ എനിക്കത് മര്യാദക്കൊന്നും എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല. നീ അത് ഒന്നുകൂടി പറഞ്ഞേ മര്യാദക്ക്. That's all he's been looking for his whole life. എനിക്കത് വിശ്വസിക്കാലോ അല്ലേ? ഞാൻ ഇനി സിംഗിൾ അല്ലല്ലോ. അല്ല. ഫ്ലൈറ്റ് എത്തിച്ചല്ലേ മദീന. He's gonna go to London? No, he's gonna go to the Uke. Yeah, the Uke is crazy. He called it the Uke. He's going to the Uke, guys. That's a fucking real hug. love. That's a hug. That's a real love. He cares more for him than
Nobody loves Sachin more than Amal Davis. Amal Davis. Nice. Indian sweet. film, Indian film. Yeah, sweet. I'll do it on the lips. Do it. മതി ലേറ്റ് ആവണ്ട Oh, I hate these scenes. India loves an airport scene, eh? South Indian films. I hate them. Nice music though. This music has been so great. Premalu. This is a crazy film. This film is actually insane. That was a whole bunch of nothing. It's true. It's true. Oh, who she hit with the can? Yeah, we don't know. I bet it was Thomas. It was obviously him. I saw it coming. Definitely Thomas. Because he shouted in Malayalam. Tamil song. The Tamil song that he always sings. And he was the old man. Nice. But he hit him. That's sweet. Okay, little moment there. Okay, well. Premalu is a demented film, I swear It's to you. really fun though. It's very fresh. It didn't have the weird stockish ending that I thought it was gonna go into, which nice because I don't think Kumbalanji Nights needed that. Me to be neither. completely honest. So yeah, it's very nice to get a fresh coming of age story. Also, it makes you explore a completely new path in Indian cinema that I had never experienced, which is the love experience of a man, of a boy. Yeah, I had actually never. It's a really male. that. Yeah, it's a really male experience actually. The way they showcase this, and it's so interesting because I think that the one thing that they experienced here, that they showcased here. One of the things that was very very cultural that we would have never found out was a lot of love. A lot of love stories, or the way guys get to experience love in India, seems to be you grow up in a small town, then your family does their best to so you go to university, you study your ass off, and then the first experience you get with a girl is most likely going to be the woman you marry. Right. The first love confession you have will most likely be the woman you marry, because they're. And now in really urban areas and really metropolitan areas, there's the whole modern dating aspect of it. It's very different, but there's a specific type of conservatism, traditionalism that still prevails. So the first heartbreak you experience is like the death of death, So it's like a lot deeper. Hence why also now it makes sense. That makes sense a lot to me. Again, this is not everyone's experience. It's just a phenomena that, for example, doesn't happen too much here in London. Or in Venezuela. Yeah, not at all. Actually, you're so encouraged to have girlfriends from the age of 6. And also, you're encouraged to make big love confessions. Yeah. And getting rejected is part often. of the whole. Yeah, you're meant to do it often. There's something else that I don't particularly. There's two things about her character that I don't agree in, specifically in the climax at the end of the story. And this is my personal opinion as Valera. But I think, for example, she should have taken responsibility for her mistakes. For example, it was her responsibility to understand that she misread the situation and she was scared to commit to the relationship with him in the first place. And then she should have carried that with her for the rest of her life. I think that's also part of her character development. That should have been part of her character development. I don't think it was right for her to come back into the picture because she had hurt him deeply, okay? She should have taken some responsibility for that. I also hate the fact that she said, now we're going to be in a long-distance relationship, so let's see. What? No, that doesn't sit well with me. I feel like you needed a little bit more heart, a little bit more courage when he... She needed a confession. Yeah. If she was going to come back, she needed a confession. I agree. Yeah. I agree. And I felt like that was a little bit like, we're wrapping the story up and here's a nice bow. Yeah. And there's their dynamic, because she's 1 year older than him, and that's the reason why it was a big scene in the movie.
she has this tendency of like wanting to solve his life, of like fixing everything for him. I don't think that's actually what's gonna make a man great. He also has to figure out his own things, which at the end of the story, that's what he does. Like he goes off in his own path, which again, but I'm just talking about her own character. I think there's those two things I could have done without. Yeah, it just also seemed like a bit. I mean, obviously she's flawed, as you've obviously just highlighted. As he is. They're both really young. Yes, so they're both in their 20s. Yeah. Yeah, I understand the whole conundrum. But Adi as a character is really interesting because what a bizarre guy. Because he's like a really fun villain. He's like a really fun villain. Yeah. But it's like ridiculous. It's cartoonish, you know. So, but I think great addition to the story though, because it's all an exploration of youth. You actually need the absurdity and the comedic relief. I really like. It's one of my favorite comedies though that we've seen overall in India because so fresh. It's very fresh. It's an easy watch. It never feels like it's draining, and it never feels like it's. I mean, sometimes it did feel like it's a bit over the top, but which I think it plays to the whole dynamic of the film. Yeah, but it never felt cringy or like bizarre or like obnoxious, corny. What the great thing about this film is it was so beautifully directed that it never felt obnoxious, and actually the comedy and the cartoonish elements of it actually felt like they were part of the development of the characters. Agreed. The addition of Thomas, the brilliant. phenomenal. Brilliant. A couple of our characters were a bit invisible, you know, like the artist girlie. I don't even know her name. Wanderlust. Yeah, Wanderlust. She's a bit, you know, I guess she's sort of irrelevant. It's sort of like a bit of comedic relief again over here and there. Yeah, but again, I don't think this is a bad film. I think it was brilliantly directed. It's not a bad film. No, this is an actually not a bad film at all. Film into the music, the integration of sound and music score into the film itself. Yeah, I think the highlight of beautifully done. I think the highlight of the film is it's really good musically. It's outstanding musically. Actually, really I really like its implementation, its integration, the symphonies of it, the songs were outstanding. It had a lot of songs and they never felt forced. They never felt like, oh, time for the commercial one. No. Even the two dance number that it had, it was fantastic. It felt very theatre. Very organic. Very organic. Because the company in itself is sort of like free-flowing and new thinking. It was like a parody of itself. And I really like that. And I think something that they did so well was just the integration and, again, visual stimulation and auditory stimulation, both utilizing that music score and the plot, the directing. The cinematography was actually quite fun and quite interesting. Beautiful. It did things that, you know, I wasn't expecting. Changes of angles, breaks of fourth walls, integration of music videos that felt so smooth, breaks, the intermissions with the actually integrated into the scene. It never felt like I'm watching a film. It felt more like, I don't know, like I'm sort of experiencing this with them. Yeah, I'm experiencing the story. So really, really good. Girish AD is the director. Really, really nice work. Fun work. He's a film director, screenwriter, actor. He also acts himself, so that's interesting. That seems to happen a lot in the South. I think in the South you're sort of forced to become a jack of all trades to a certain extent. Yeah, because it's not a predominantly big industry. Yeah, I mean, I don't think you're gonna make $1 billion. Correct. You know, you might make like 20, 30, 50 million, but I mean, you have to be proactive. It's one of those industries where you have to be proactive. Yeah. So, well, let us know what you guys thought about it. That was really a fun. really nice experience and something very different. I understand why you guys recommended it so much. And we shall see you. Let us know on which industry we should do next. Yeah. Adios.